മലയാളത്തിന്റെ ഒരു മുൻനിര നടി തെരുവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ റേപ്പ് കൊട്ടേഷൻ കേസിൽ അന്വേഷണം പൂർത്തിയാകാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ കടുംകൈ. 2 പ്രോസിക്യൂട്ടർമാർ കോടതി മുറിയിൽ നിന്ന് ഞങ്ങളെക്കൊണ്ട് ഈ പണി പറ്റില്ല എന്നതിന് എണ്ണി കാരണങ്ങൾ പറഞ്ഞിട്ടെറിഞ്ഞു പോയ കേസാണ്. ഒന്നിനു പിന്നാലെ ഒന്നായി സാക്ഷികളൊക്കെ കൂറുമാറി കണ്ണിപൊട്ടി ഇല്ലാതായ ഒരു കേസാണ്. വാർത്തകളുടെ വാ മൂടാൻ ഒരു ഗാഗ് ഓർഡർ കോടതിക്ക് മുറിക്ക് മുന്നിൽ ജാഗരൂകം കാവൽ നിന്ന കേസാണ്. ഉഗ്രപ്രതാപികളായ പ്രതിസ്ഥാനങ്ങളുടെ കൊത്തളങ്ങളിൽ ആഘോഷരാവുകൾക്ക് മുകളിലേക്ക് വീഴുന്നു ബാലചന്ദ്രകുമാർ എന്ന ഇടുത്തി. തെളിവുകളുടെ പെരുമഴ. വീണുപോയൊരു കേസിനെ തടുത്തു നിർത്തി ഇടയ്ക്കിതാ നീതി എന്ന പ്രതീതി ഉണ്ടാക്കുമ്പോഴേക്ക് ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് യൂണിഫോം ഊരി ചാനവണ്ടി പുറത്തിരുത്താൻ തീരുമാനിക്കുന്നുവെങ്കിൽ ഇരയ്ക്ക് നീതി ആഗ്രഹിക്കുന്ന കേരളത്തിന് ചോദ്യങ്ങളുണ്ട്. പോലീസ് തലപ്പത്തെ സ്വാഭാവിക നടപടിക്രമമെന്നൊക്കെ പതിവ് വായ്ത്താരി ആ മാറ്റത്തിന് മറുപടിയുമല്ല. ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ശ്രീജിത്തിനെ മാറ്റിയത് എന്തിന് എന്ന ഉത്തരം കിട്ടാ ചോദ്യം ഉയരുമ്പോൾ എൻകൗണ്ടർ ചോദിക്കുന്നു 5 ചോദ്യങ്ങൾ. ഒന്ന്, ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് എസ് ശ്രീജിത്തിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം അന്വേഷണത്തെ ഏതു രീതിയിൽ ബാധിക്കും? 2, ബാക്കിയുള്ള തുച്ഛമായ ദിവസങ്ങളിൽ ഇത്രയും സങ്കീർണമായ ഒരു കേസിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് എന്തു ചെയ്യാനാകുമെന്നാണ്. 3ാമത്തെ ചോദ്യം, പോലീസ് തലപ്പത്തെ അഴിച്ചുപണി അന്വേഷണത്തെ ബാധിക്കില്ലെന്ന സർക്കാർ ന്യായീകരണത്തിൽ യുക്തിയുണ്ടോ? ഉദ്യോഗസ്ഥനെ മാറ്റിയത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതിന് പിന്നാലെയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശന മുന നീളുന്നത് എങ്ങോട്ടാണ്? 5ാമത്തെ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫിലിം ഫെസ്റ്റിവലിൽ വേദിയിലേക്ക് ആനയിക്കുന്നതിനപ്പുറം ഇരയ്ക്കു നീതി കിട്ടണമെന്ന നിലപാടിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ പി സി ജോർജ്, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അഡ്വക്കേറ്റ് പി എ പ്രിജി, റിട്ടയർഡ് എസ് പി ശ്രീ സക്കറിയ ജോർജ് എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ഞാൻ ശ്രീ ബൈജു കൊട്ടാരക്കര. ശ്രീ ബൈജു കൊട്ടാരക്കര, നമുക്കറിയാം ഒരു മരത്തിന്റെ ശിഖരങ്ങൾ ഓരോന്നോരോന്നായി വെട്ടിവീഴ്ത്തി ആ മരത്തിനെ ഏത് രീതിയിൽ ഇല്ലാതാക്കാമോ ആ രീതിയിലായ ഒരു കേസിനെ ഏത് രീതിയിലാണ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ എത്തിച്ചത് എന്ന് നമുക്കറിയാം. ഈ കേസിന്റെ ഈ ദിവസം വരെയുള്ള ഘട്ടങ്ങളിൽ പ്രതികൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അപൂർവ സന്ദർഭം ഇപ്പോഴല്ലാതെ മുൻപുണ്ടായിട്ടില്ല. ആ സമയത്ത് ശ്രീജിത്തിനെ KSRTCയിലേക്ക് മാറ്റുന്നത് എന്തുദ്ദേശത്തിലാകും ശ്രീ ബൈജു കൊട്ടാരക്കര? എന്താണെങ്കിലും വളരെ കഷ്ടമായ ഒരു സംഭവമായി പോയി ഹാഷ്മി. അതായത് ഈ ഗവൺമെൻറ്റിൽ ഒരു വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കേസ് ഈ രണ്ടാമത് പൊങ്ങി വന്ന സമയത്ത്. അതായത് ഈ ആദ്യം വന്നപ്പോൾ ആദ്യത്തെ കേസിൽ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ അവസാനം ഇത് ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥ, ഏതാണ്ട് 10-20ഓളം സാക്ഷികളെയൊക്കെ കൂറുമാറ്റി എല്ലാ തെളിവുകളൊക്കെ നശിപ്പിക്കാവുന്നതെല്ലാം നശിപ്പിച്ച് അവസാനം ആ കേസിൽ ബൈജു പൗലോസിനെ മാത്രം വിചാരണ ചെയ്താൽ മതി എന്നുള്ള ആ വിചാരണ ചെയ്യാനിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ്റെ വരവും തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ വന്നുവിടുന്നതും. അതിൽ പറഞ്ഞിരിക്കുന്ന അന്ന് കൊടുത്തിരുന്ന ഈ വോയിസ് ക്ലിപ്പുകൾ അറ്റവും മൂലയും ഇല്ലാത്തതാണെന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ, പക്ഷേ അത് മണിക്കൂറുകളോളം ദൈർഘ്യമുള്ളതും 20, 25, 30 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ളതുമായ ഈ വോയിസ് ക്ലിപ്പുകളാണെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനനുസരിച്ച് അവർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയി. ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയതിൽ നിന്ന് ആയിരക്കണക്കിന് തെളിവുകൾ, അതായത് സായി ശങ്കർ എന്ന് പറയുന്ന ഹാക്കറെ ഉപയോഗിച്ച് ഈ രാമൻ പിള്ള നശിപ്പിച്ച ആ ദിലീപിൻ്റെ ഫോണുകളിൽ നിന്ന് വീണ്ടെടുത്ത ആ പറയുന്ന ആ രേഖകളെല്ലാം ചിലരിലേക്ക് ചൂണ്ടുവിരൽ വന്നപ്പോൾ, അതായത് ഈ മാഡം എന്ന് പറയുന്ന സ്ത്രീയിലേക്ക് ഒരു ചൂണ്ടുപലക വന്നപ്പോൾ, ഈ മാഡത്തെ മിക്കവാറും ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന് വളരെ വ്യക്തമായി അറിയാം മാഡം ആരാണെന്നുള്ള കാര്യം അറിയാം. കാരണം ഈ മാഡം തന്നെ നേരത്തെ ജയറാമിന് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ. അതെല്ലാവർക്കും സിനിമ ഇൻഡസ്ട്രിയിലുള്ള സർവ്വ ആളുകൾക്കും അറിയാവുന്നതാണ്. ഒരു സിനിമയുടെ ലൊക്കേഷനിൽ കാവ്യമാധവനെ ആ സിനിമയിൽ നിന്നും മാറ്റിയപ്പോൾ പകരം വേറെ ആരെങ്കിലും വെച്ചാൽ മതി, മൈലാഞ്ചി മഞ്ചുള്ള വീട്, അതാണ് ആ സിനിമയുടെ പേര്. എൻ്റെ ഒരു സഹസംവിധായകനായിരുന്ന ബെന്നി ആയിരുന്നു ആ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ ജയറാമിൻ്റെ കൈയും കാലും വെട്ടണം എന്ന് കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞ ആ സ്ത്രീ തന്നെയാണ് ഇതിലെ മാഡം എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഏകദേശമൊക്കെ ഒരു ധാരണയിലേക്ക് എത്തി. ഈ ധാരണയിലേക്ക് എത്തിയപ്പോൾ ഈ പറയുന്ന ഈ മാഡവും തിരുവനന്തപുരത്തുള്ള ഒരു മാഡവും കൂടി കേരള പൊളിറ്റിക്സിലെ സമുന്നതനായ ഒരു നേതാവിൻ്റെ ഭാര്യയുടെ കാൽക്കൽ പോയി 2 ദിവസങ്ങൾക്ക് മുമ്പ് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വീണത് പല മാധ്യമങ്ങളും അറിഞ്ഞിട്ടും മിണ്ടിയില്ല.
എന്താണ് അത് വീണത് മനസ്സിലായില്ല ഒരാഴ്ച പോലും കഴിഞ്ഞില്ല. എന്താണ് ബൈജു കൊട്ടരക്കര മനസ്സിലായില്ല? അങ്ങനെ അതായത് ഈ മാഡം എന്ന് പറയുന്ന അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി പോകരുത്. മാഡം എന്ന് പറയുന്ന സ്ത്രീയും തിരുവനന്തപുരത്തെ ഒരു മാഡവും കൂടെ, അതാ പറയും, തിരുവനന്തപുരത്തെ ഒരു മാഡവും ഈ മാഡവും കൂടി രണ്ടുപേരും കൂടി തിരുവനന്തപുരത്തുള്ള കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയുടെ കാൽക്കൽ പോയി വീണ് രക്ഷിക്കണമെന്ന് പറഞ്ഞത് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും അറിയാം. പക്ഷേ എല്ലാവരും അത് കണ്ടില്ലെന്ന് വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയില്ല പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അറിയില്ല ബൈജു കൊട്ടരക്കര. അങ്ങനെ ഏത് നേതാവിന്റെ ഭാര്യയുടെ കാൽക്കൽ വീണ കാര്യം മാധ്യമങ്ങൾക്ക് അറിയില്ല. മാധ്യമങ്ങൾക്ക് പലർക്കും അറിയാം. ഹാഷ്മി അറിഞ്ഞു കാണില്ല, പലർക്കും അറിയാം. തിരുവനന്തപുരത്ത് ഇത് അറിഞ്ഞ മാധ്യമങ്ങൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ പേടി കൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരും ആ കൂട്ടത്തിലുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പി ശശി ഐസ്ക്രീം പാർലർ കേസ് പറയാം ഹാഷ്മി, പറയാം, ഇതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അതായത് ഈ ഐസ്ക്രീം പാർലർ കേസ് കോഴിക്കോടന്ന് ഒതുക്കി തീർത്ത ആ കേസിൽ ഇല്ലാത്ത തിരിമറികളെല്ലാം ഉണ്ടാക്കി എന്ന ആരോപണത്തിലിരുന്ന ആളാണ് പി ശശി. ഈ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയപ്പോൾ CPM-ന്റെ തന്നെ സമുന്നതനായ ഒരു നേതാവും അതുപോലെ തന്നെ പിന്നെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമായിരുന്ന ശക്തിധരൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വായിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥയെല്ലാം വെളിപ്പെടും. പക്ഷേ ഇതുപോലും വേങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ ചൊല്ലി ചില അഭ്യൂഹങ്ങളും ചില ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ എത്തിയെന്നും അതിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഒരു കള്ളക്കളിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന്റെ പേരിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതും ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒന്ന് കണക്ക് കൂട്ടിക്കോണം. ആൾക്കാർ പലതും പല സ്ഥലങ്ങളിലും പറയും, പക്ഷേ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ചു. ആര്? LDF-ന്റെ കൺവീനർ. മുസ്ലിം ലീഗ് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഞങ്ങൾ മുസ്ലിം ലീഗിനെ അല്ല വിളിച്ചത്, പേഴ്സണലായിട്ട് 1-2 പേരെയാണ് വിളിച്ചത്. അത് എന്താണ് ഈ പേഴ്സണലായിട്ടുള്ള വിളി? അപ്പോൾ അതും ഈ കേസും തമ്മിൽ ഒത്തുകിടക്കുന്നു എന്ന് വേണം കരുതാൻ. എവിടെയൊക്കെ ഡീല് നടന്നിട്ടുണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ല ശ്രീ ബൈജു കൊട്ടരക്കര, അങ്ങ് പറയുന്ന അങ്ങയുടെ പൂർണ്ണ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിലാണ്, അങ്ങ് പറയുന്ന അങ്ങയുടെ പൂർണ്ണ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിലാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് യാതൊരു സ്ഥിരീകരണമോ പുറത്തറിവോ ഉള്ള കാര്യങ്ങളല്ല. അങ്ങ് പറയാൻ കഴിയുന്ന വ്യക്തതയിൽ കുറച്ചുകൂടി വ്യക്തമായി പറയൂ ശ്രീ ബൈജു കൊട്ടരക്കര. സ്ഥിരീകരണമില്ല, എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ സമുന്നതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ഒരു കള്ളക്കച്ചവടം, അതാണ് ഈ കേസിൽ അവസാനം വന്ന് ഭവിച്ചിരിക്കുന്ന. അതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, വേങ്ങരയിലെ ഒരു നേതാവിലേക്ക് പോയ ഫോട്ടോസ് ഉൾപ്പെടെ. ശരി ശ്രീ ബൈജു കൊട്ടരക്കര, ശരിയാണ്. മുസ്ലിം ലീഗിനെ EP ജയരാജന്റെ പ്രതികരണം ഉണ്ടായി. അത് ലീഗ് ഇന്നും ആവർത്തിക്കുന്നു. അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു എന്തുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണോ ശ്രീ ബൈജു കൊട്ടരക്കര? അതിനെ എങ്ങനെയാണ് ഇതുമായി കണക്ട് ചെയ്യുന്നത്? അത് കുറച്ച് അതിശയോക്തിപരമാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഹാഷ്മി, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് വന്നില്ലെങ്കിലും വ്യക്തിപരമായി ചില ആളുകൾ വരുമെന്ന് പറഞ്ഞു. ഏത്? മുസ്ലിം ലീഗിൽ നിന്ന്. എന്തിനാണ് വ്യക്തിപരമായി വരുന്നത്? ആ വ്യക്തിപരമായി വരുമെന്ന് പറഞ്ഞ വ്യക്തികളുടെ ഫോട്ടോയാണെന്നോ അന്ന് കിട്ടിയിരുന്നെങ്കിലോ, അവരുടെ ഫോട്ടോയാണ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഉള്ളതെങ്കിലോ? അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കെണിയാണെന്ന് പറഞ്ഞാൽ അതാണ്. ഈ പി ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർ, ആ PCC പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം 10 ദിവസം പോലും തികയുന്നതിന് മുമ്പ് ഫിലിപ്പ് എന്ന വക്കീല് ഒരു കംപ്ലൈന്റ് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. ആരെക്കുറിച്ച്? ഞങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്ത് 10 ദിവസം തികയുന്നതിന് മുമ്പ്, ഈ അന്വേഷണം തീരാൻ വെറും 45 ദിവസം ബാക്കി നിൽക്കുന്നതിന് മുമ്പ്, മെനയാന്ന ദിവസം 2 ദിവസത്തിന് മുമ്പ് ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടാണ് രാവും പകലും ഇല്ലാതെ ഞാൻ ഈ കേസിന് വേണ്ടി ഓടുന്നത് എന്ന് പറഞ്ഞ ശ്രീജിത്തിനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് സ്ഥലം മാറ്റി. നീ ഇനി കാക്കി പോലും ഇടരുത്, നീ ആനവണ്ടിയുടെ മേളിൽ ഇരുന്നു എന്നുള്ള രീതിയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ MD ആക്കി മാറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്താണ് ഭരണമെന്നും ഈ ഭരണകക്ഷി കാണിക്കുന്നത് സ്ത്രീ വിരുദ്ധതയല്ലേ ഭരണകക്ഷി കാണിക്കുന്നത്? ഒരു കാര്യം അങ്ങ് ആദ്യം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കണക്ഷനെ കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യമുള്ള കാര്യമല്ല, ചാനലിന് യാതൊരു ബോധ്യമുള്ള കാര്യമല്ല. അങ്ങയുടെ ബോധ്യങ്ങൾ അങ്ങയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ പറയുന്നതാണേ ശ്രീ ബൈജു കൊട്ടരക്കര. അങ്ങേക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടോ വാക്കുകൾക്ക്? അല്ലേ?
എനിക്ക് പരിപൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ഹാഷ്മി, എനിക്ക് പരിപൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ച് എന്ത് കേസ് വന്നാലും ആര് ചോദിച്ചാലും മറുപടി പറയാൻ ഞാൻ ശരി, തയ്യാറുമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പി എ പ്രജി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ പി എ പ്രജി, ദാ അഭ്യൂഹങ്ങൾ ഒരുപാട് ഇപ്പൊ ബൈജു കൊട്ടാരക്കര പറയുന്നതിന്റെ വസ്തുതയുടെ പിൻബലമുണ്ടോ ഇല്ലയോ, അങ്ങയുടെ അദ്ദേഹത്തിന്റെ വ്യക്തമായ ബോധ്യമെന്ന് അദ്ദേഹം പറയുന്നു, നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? പൊടുന്നനവേ ഒരു കേസന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ കേരളത്തിന് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കി ഞെട്ട ഇതുവരെ മാറിയിട്ടില്ലല്ലോ ശ്രീ പി എ പ്രജി. അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നൊരു ഘട്ടം എത്തുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് മേധാവിസ്ഥാനം അദ്ദേഹത്തെ മാറ്റുമ്പോഴാണ്. എന്തിനായിരുന്നു ആ മാറ്റമെന്ന് ഇപ്പോഴെങ്കിലും വിശദീകരിക്കാൻ കഴിയുമോ സർക്കാരിന്? ശ്രീ പി എ പ്രജി. ഹാഷ്മി, ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പാനലിസ്റ്റിൻ്റെ ചില അടിസ്ഥാനരഹിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ചില ആരോപണങ്ങളെ സംബന്ധിച്ചൊന്നും തലയും വാലുമില്ലാത്ത ചില ആരോപണങ്ങൾ. നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോട് ഏത് ആളുടെ ഭാര്യയെ ആര് കാല് പിടിച്ചു, ഇതൊന്നുമില്ല, ഇതിനൊക്കെ ഉത്തരം പറയാൻ ഞാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി ഞാൻ ചോദിക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് നേതാവിൻ്റെ ഏത് ഭാര്യയെ ആര് കാല് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. നോക്കൂ, ഒരു ഗവൺമെൻറ്റിനെ, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലമാറ്റം എന്ന് പറയുന്നത് ഒരു കേസിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്നതല്ല. അത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേരളത്തിലെ എത്രയോ കേസുകൾ, ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികൾ, അവരുടെ എത്രയോ കേസുകൾ, എത്രയോ മർഡർ കേസുകൾ, ഇതിനേക്കാൾ പ്രാധാന്യമുള്ള എത്രയോ കേസുകൾ. ഇതിപ്പോൾ ഒരു സിനിമാ നടിയാണ്, അതിൻ്റെ ഒരു 120B എട്ടാം പ്രതിയായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ വന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണിത്. അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസ് നടൻ വരുന്നു എന്നുള്ളത് മാത്രമല്ല അത് മാധ്യമ ആകർഷിക്കുന്നു. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു റേപ്പ് കൊട്ടേഷൻ കേസ് എന്നുള്ളതാണ്. കേരളത്തിലെ ഓരോ സ്ത്രീയെയും ഓരോ മനുഷ്യനെയും വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ചൊരു കേസാണല്ലോ അത്. ആ ഞെട്ടൽ ഇതുവരെ നമുക്ക് മാറാത്ത സാഹചര്യമുണ്ടല്ലോ. ആ കേസ് അന്വേഷണം 45 ദിവസം കൊണ്ട് പൂർത്തിയാകാൻ ഇരിക്കുകയാണ്. ഇപ്പോ ശ്രീ പി എ പ്രജി പറയുന്നത് പോലെ മറ്റെല്ലാ കേസുകളെയും പോലെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയൊരു കേസല്ല ശ്രീ പ്രജി ഇത്, അല്ലേ? ഇനി 45 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ അങ്ങ് മാറ്റി ഗതാഗത വകുപ്പിൽ കൊണ്ടുപോകുന്ന ആവശ്യം എന്താണ്? അടിയന്തര സാഹചര്യം? ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി. അതായത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉദ്യോഗസ്ഥനായാലും ഷെയ്ഖ് ദർവേഷ് സാഹിബായാലും, ഇപ്പം ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ കേസ് കൃത്യമായി അന്വേഷിക്കത്തില്ല എന്നുള്ള ഒരു മുൻവിധിയിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ദിലീപ് പറയുന്ന ആരോപണങ്ങൾ സത്യമാണ് എന്ന് അപ്പോൾ പറയേണ്ടി വരും. ദിലീപ് 482 പെറ്റീഷനകത്ത് ഏകദേശം 6ഓളം ഡോക്യുമെന്റുകൾ ഈ പറയുന്ന മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തിലേക്ക് അടക്കം ചർച്ചയ്ക്ക് വരുന്ന നിലയിൽ ദിലീപ് ബഹുമാനപ്പെട്ട അത് പരിഗണിച്ചോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ പോക്സോ കേസിലടക്കം ആക്ഷേപം നടിയെ ആക്രമിച്ച കേസിലെ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ വാക്ക് മുഖവിലക്കെടുത്ത് ശ്രീധരനെ മാറ്റി എന്നാണോ അങ്ങ് പരോക്ഷമായി പറഞ്ഞു വരുന്നത് ശ്രീ പി എ പ്രജി? അപഹാസ്യമാണേ ആ വാദം? എഴുതാപ്പുറം വായിക്കാതെ ഹാഷ്മി, എഴുതാപ്പുറം വായിക്കാതെ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചാലല്ലേ അപഹാസ്യനാകുമോ അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കപ്പെടുന്നവനാകുമോ എന്ന് പറയാൻ കഴിയൂ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നോക്കൂ, ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉള്ളപ്പോൾ എൻ്റെ സ്പെസിഫിക് ആയ ചോദ്യം, ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ഈ പറയുന്ന ദിലീപ് പക്ഷക്കാരായിട്ടുള്ള ബൈജു കൊട്ടാരക്കോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എന്നോട് ഇനി ചർച്ചയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിറങ്ങിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലുമുണ്ട്, അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കെങ്കിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹം ദിലീപിന്റെ ആളാണ് എന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിയുമോ? ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്റെ ഭാഗമായി ഇന്ന കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്റെ ഭാഗമായി നടത്തുന്ന നടപടികൾ മാറ്റാൻ കഴിയുമോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പീഡിപ്പിക്കപ്പെട്ട നടിയുടെ മാത്രം ഒപ്പമല്ല,
നേരെ മറിച്ച് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളുടെയും ഒപ്പമാണ്. അതോടൊപ്പം തന്നെ ഒരു കേസിലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതേസമയം തന്നെ അപരാധികൾ ശിക്ഷിക്കപ്പെടാൻ വേണം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ കേസിനകത്തെ വസ്തുതകൾ ശരിയാണെങ്കിൽ അദ്ദേഹവും ഒരു IPS ഓഫീസർ അല്ലേ, സീനിയർ ആയിട്ടുള്ള ഒരു IPS ഓഫീസർ അല്ലേ ഇപ്പോൾ വന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്രയും ഭയപ്പെടുന്നത്? ഒരു പുതിയ IPS ഓഫീസർ വന്നാൽ ഇനി അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല എന്നുള്ളൊരു പ്രിസംഷൻ എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വിശദീകരിക്കണ്ടേ? അല്ലാതെ തലയും വാലുമില്ലാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കുറിച്ച് ദിലീപ് അനുകൂലിയാണെന്നോ ദിലീപ് പ്രതികൂലിയാണെന്നോ എന്തെങ്കിലും വിമർശനം നിങ്ങൾക്കടക്കം പറയാനുണ്ടോ? എന്തിനാണ് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിച്ചാൽ ഈ കേസ് മുക്കും കുത്തി താഴെ പോകും എന്നുള്ള മുൻവിധി? അത് ആഷ്മി, ഇനി പിന്നെ ഷേഖ് ദർവേഷ് സാഹിബ് 2 മാസം കൂടെ സർവീസിലുള്ളൂ. റിട്ടയർ ആവാനിരിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം. ഈ റിട്ടയർ ആവാനിരിക്കുന്ന ഒരാളെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഈ കേസ് ഇത്രയും നാൾ വളരെ വ്യക്തമായി വളരെ ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ശ്രീജിത്തിനെ മാറ്റണമെങ്കിൽ, അതും പോലീസിന്റെ കുപ്പായം പോലും ഇടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മാറ്റി കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ പ്രിജി പറഞ്ഞതുപോലെ ഇതൊരു വെള്ളപൂശില. ഈ തെരുവിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ഈ കവല പ്രസംഗക്കാരൻ്റെ വാല്യൂ പോലും ഇപ്പൊ ഈ പ്രിജി പറഞ്ഞ കാര്യങ്ങൾക്കില്ല. കാരണം പ്രിജി പറയുന്നത് സർക്കാരിനെ വെള്ളപൂശാനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം പ്രിജി പറഞ്ഞു. ഇപ്പൊ ഇതാ ഈ CPI ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളതാണല്ലോ. ആനി രാജ പറഞ്ഞത് എന്താണ്? ആനി രാജ CPIയുടെ സമന്വിതായ നേതാവല്ലേ? ഇപ്പൊ എന്താ ഇതിനകത്ത് എഴുതി വരുന്നു, ഏത് 24 ചാനലിൽ പോലും സബ് ടൈറ്റിൽ വരികയാണ്. ആനി രാജ പറഞ്ഞത് ഈ കാണിച്ചത് ശരിയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത് ശരിയല്ല. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമല്ല, ഇത് CPMന്റെ മാത്രം തീരുമാനമാണ്, ഇത് P ശശിയുടെ മാത്രം തീരുമാനമാണ്. ഇത് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി, ഈ കേസ് ഒതുക്കാൻ വേണ്ടി രാമൻ പിള്ള നമ്മൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സ്റ്റാൻഡ് ഉണ്ടാവണം. നമ്മൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സ്റ്റാൻഡ് ഉണ്ടാവണം. സർക്കാരിന്റെ വിശദീകരണം വരുന്നുണ്ട്. ഇതെന്താണ് ഇത് ചട്ടപ്രകാരമുള്ള സ്ഥാനമാറ്റം മാത്രമാണ്, വർക്ക് അറേഞ്ച്മെന്റ് ഭാഗമായുള്ള സ്ഥാനമാറ്റം മാത്രമാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ല. കാലാകാലങ്ങളിൽ പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുടെ ഭാഗമായി വരുന്ന ഒരു അഴിച്ചുപണി മാത്രമാണ് എന്ന് സർക്കാരിന് സാങ്കേതികമായും വിശദീകരിക്കാമല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര, VD സതീശൻ പറയുന്ന പോലെ P ശശിയോട് നേരിട്ടൊരു ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ്? അങ്ങയുടെ കേരള തെളിവെന്താണ് ശ്രീ കൊട്ടാരക്കര? ഹാഷ്മി തെളിവ് എടുത്ത് കാണിക്കാൻ എന്താണ് ഹാഷ്മി തെളിവ്? ഈ കേൾക്കുന്നത് തന്നെയാണ് ഹാഷ്മി തെളിവ്. എടുത്തു കാണിക്കാനായിട്ട് ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. ശരിയാണ്, ഇപ്പോൾ പ്രിജിയൊക്കെ പറഞ്ഞതുപോലെ എടുത്തു കാണിക്കാൻ ഒരു തെളിവില്ലാതിരിക്കുകയാണ്. പക്ഷേ സർക്കാരിന് സാങ്കേതികമായിട്ട് എന്ത് കാരണങ്ങൾ വേണമെങ്കിലും പറയാം, എന്ത് കാരണം വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ 45 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ശ്രീജിത്തിനെ ഇവിടുന്ന് മാറ്റേണ്ടത് സാങ്കേതികമാണോ? അത് സാങ്കേതികമല്ല ഹാഷ്മി, 100%. രാമൻ പിള്ളയെയും കൂട്ടത്തിലുള്ള ആ ഫിലിപ്പ് എന്ന് പറഞ്ഞ വക്കീലിനെയും രക്ഷിക്കാൻ വേണ്ടി മാത്രം രാമൻ പിള്ളയുടെ അടുപ്പക്കാരനായിരുന്ന ഈ നമ്മുടെ P ശശി, എല്ലാവർക്കും കേരളത്തിൽ PC ജോർജ് ചേട്ടൊക്കെ ഇരിപ്പുണ്ട്. ജോർജ് ചേട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഈ P ശശിയും ഈ രാമൻ പിള്ളയും നമ്മളുടെ ബന്ധമൊക്കെ. ജോർജ് ചേട്ടൻ ഇപ്പോഴാണല്ലോ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. നിൽക്കുന്ന സമയത്ത് വളരെ വ്യക്തതയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അങ്ങേക്കറിയാവുന്ന കാര്യം എന്താണ്? ഈ പറയുന്ന അവസാന ഘട്ടത്തിൽ ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് സ്ഥാനം മാറ്റുന്നതിനെ അവിടെ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കൊണ്ടിരുത്തുന്നതിനെ താങ്കൾ സ്വാഭാവികമായി കാണുന്നോ ശ്രീ PC? എന്നെ സംബന്ധിച്ചോളം കാശ്മി അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഒറ്റ ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ദിലീപ് കേസിൽ മേലിൽ ഒരു ചർച്ചയ്ക്ക് ഇല്ലെന്ന് ശപഥം ചെയ്തയാളാണ്. കാശ്മി 24ലേക്ക് മാറി ആദ്യമായി ചർച്ചയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പം കാശ്മീരോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ചർച്ചയ്ക്ക് വന്നയാളാണ് ഞാൻ. ഇല്ല, ഞാൻ വരില്ലായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇയാളാരാ? ദിലീപ് ആരാണ്? മഞ്ജു വാര്യർ ആരാണ്? അയാളുടെ ഭാര്യയായിട്ടുള്ള നമ്മുടെ കാവ്യ മാധവൻ ആരാണ്? അതോടൊപ്പം നമ്മുടെ ഭാവന ആരാണ്? ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വരും. ഞാൻ നിഷ്പക്ഷമായിട്ട് കാശ്മീർ എന്നോട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ദിലീപിന് സൈഡാന്ന് പറയുന്നവർ പറയും, ഞാൻ ഒരു സൈഡിൽ നിൽക്കുന്നവനല്ല. അറിഞ്ഞു കാശ്മീർ, സത്യം പറയാം. ആര് നോക്കിയാലും എന്നെ സൈഡ് ആക്കാനും പറ്റില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ആര് നിർബന്ധിച്ചാലും അംഗീകരിക്കുകയാണ്. എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ഞാൻ വർത്തമാനം പറയുന്നവനെ. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ എന്നാ പ്രശ്നം? കേരളത്തിൽ അങ്ങോളം കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പത്രപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന്
ദിലീപ് ഒരു വലിയ കൊള്ളക്കാരനും ബലാത്സംഗക്കാരനും അതിന് കൂട്ടി നിൽക്കുന്നവനും കൊടിസുനിയുടെ വക്താവുമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഇത്രമാത്രം പ്രചരണം ഈ രാജ്യത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് മഠയിലും കയറി പറയാം ദിലീപിനെതിരെ, എല്ലാം കൈയടി കിട്ടും. എനിക്കതിന് സൗകര്യമില്ല. എനിക്ക് കൈയടിക്ക് വേണ്ടി സംസാരിക്കുന്നതിനല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ കാശ്മി. ഒത്തിരി കാര്യം പറയാനുണ്ട്, സമയക്കുറവ്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൊടിസുനി ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന ബലാത്സംഗം എന്താണെന്നുള്ള ഇവിടെ ഒരു പൊതുചർച്ച പറയാൻ കൊള്ളുകയില്ലാത്തതുകൊണ്ടാണ്. അത് കേൾക്കുമ്പോൾ ചിരി വരും. ആ പറയുന്ന സ്ത്രീയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ഞാൻ നമ്മുടെ MBRൻ്റെ മകൻ്റെ ചാനലിലാണ് ചർച്ച കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ പറയുന്നത് എന്താ, 2 കൊല്ലം മുമ്പ് നമ്മുടെ ദിലീപ് കൊടുത്ത കൊട്ടേഷനാണ് കൊടിസുനിക്ക് അയാൾ അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. ആലുവ പട്ടണത്തോടെ നടത്തി ചെയ്തതെന്നാണല്ലോ. ആലുവ പകലേ ഒരു 6-7 മണി ഇരുട്ടി സമയത്ത് ഇത് ചെയ്തെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം, അതേ സമയത്ത് ഞാൻ സ്ത്രീ പറയുകയാണ്, 6 മാസത്തിന് മുമ്പ് ഗോവയിലൂടെ 6 കിലോമീറ്റർ വനത്തിനകത്ത് കൊടിസുനി ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആൾ എന്നോട് ഒരു വൃത്തികേടും കാണിച്ചില്ലെന്ന്. അതുകൊണ്ട് അർത്ഥം എന്താ? എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പൊ എന്നോടുള്ള സ്നേഹത്തിന് ചർച്ചയ്ക്ക് വന്നു എന്നുള്ളത് നല്ലതാണ്, ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ PC ഒരാളുടെ വ്യക്തിഹത്യയിലേക്ക് അങ്ങ് വാക്കുകൾ വളച്ചൊടിച്ച് കൊണ്ടുപോകരുത്. അത് ശരിയല്ല. പ്രത്യേകിച്ച് അത്തരത്തിൽ ഗുരുതരമായ ഒരു അനുഭവം നേരിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന അതിജീവിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അങ്ങ് പണ്ടിലെ ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകളെ പറയുന്ന മട്ടിൽ പറയരുത് PC. അത് തെറ്റാണ്, ശരിയല്ല PC, ശരിയല്ല PC, ശരിയല്ല. ഞാൻ ഒരുത്തരം വൃത്തികേടാക്കിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമൊക്കെ ആന്തരികാർത്ഥമൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. PC അന്വേഷണത്തിന്റെ അവസാന ദിവസങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവി മാറ്റുന്നത് ആരുടെ താല്പര്യപ്രകാരമാണ്? അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ചർച്ചയിലേക്ക് പ്രിയ പ്രേക്ഷകർ വീണ്ടും സ്വാഗതം. ശ്രീജിത്ത് പെരുമന, ഈ ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക്, വധഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതികൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാകുമല്ലേ ശ്രീജിത്ത് പെരുമന? ആണോ അശ്മി? എനിക്കറിയില്ല. ചില ആളുകൾക്കൊക്കെ വലിയ സങ്കടമുണ്ട്. എന്താ, എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. അതായത് ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് വലിയ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. എന്താ അതിൻ്റെ പ്രശ്നം അശ്മി? എനിക്കറിയില്ല. അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ തെളിവുകളെല്ലാം അദ്ദേഹം എടുത്തിട്ട് പോകും. പുതുതായിട്ട് വരുന്ന DYSPക്ക് അല്ലെങ്കിൽ ADGPക്ക് ഇതൊന്നും കിട്ടില്ല, ഇതൊന്നും ഇദ്ദേഹം കാണില്ല. ഈ പറഞ്ഞ സാക്ഷികളെയൊന്നും ഇദ്ദേഹത്തിന് വിസ്തരിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്താ പ്രശ്നം അശ്മി? എനിക്കറിയില്ല. ഞാൻ അശ്മിയോട് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ പ്രശ്നം? ചത്തുപോയൊരു കേസ്, ചത്തുപോയൊരു കേസ്, അക്ഷരാർത്ഥത്തിൽ ജീവശ്വാസം പറ്റി ചത്തുപോയൊരു കേസ്. ആ കേസിനെ ഉയർപ്പിച്ച ആളാണ് ശ്രീജിത്ത്. 190 പുതിയ സാക്ഷികളെ കൊണ്ടുവന്ന ആളാണ് ശ്രീജിത്ത്. സായ് സംഘനെ വെളിച്ചത്തെ കൊണ്ടുവന്ന ആളാണ് ശ്രീജിത്ത്. ഈ പറയുന്ന സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച തെളിവ് കണ്ടെത്തിയ ആളാണ് ശ്രീജിത്ത്. അതുകൊണ്ട് ശ്രീജിത്ത് വെറും ഒരു ഉദ്യോഗസ്ഥനല്ലേ കേസിൽ? ശ്രീജിത്ത് അങ്ങനെ അറിയാത്താവില്ല. ചത്തുപോയൊരു കേസോ ആഷ്മയോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു കേസില്ല. ഒരു കേസും ചത്തുപോകുന്നില്ല. എല്ലാം ലൈവ് കേസുകളാണ്. ഒരിക്കൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ഒരു കേസും ചത്തുപോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം ചത്തുപോകണം. ക്രൈംബ്രാഞ്ച് തത്താന്നൊക്കെ നേരത്തെ CBI കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് മിണ്ടാണ്ടിരിക്കാൻ പറയൂ. ഞാൻ നേരത്തെ സംസാരിച്ചില്ലല്ലോ. താങ്കൾ മിണ്ടാതിരിക്കൂ. ഞാൻ നേരത്തെ സംസാരിച്ചില്ലല്ലോ ആഷ്മി. ഞാൻ കണ്ണൂരിലെ ഒരു ഫംഗ്ഷനിലായിരുന്നു. താങ്കളുടെ ചർച്ചയിലേക്ക് ഞാൻ വന്നത് അത്രയും താങ്കൾ ഞാൻ വന്ന എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. ഞാൻ പറഞ്ഞത് താങ്കൾ ചത്തുപോയൊരു കേസ് ഏത് കേസിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ചത്തുപോയൊരു കേസ് എന്ന് ക്രൈംബ്രാഞ്ചും ചത്തുപോയൊരു കേസ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് പറയട്ടെ. 2 പണി അറിയാവുന്ന പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ഞങ്ങൾക്ക് ഈ പണി വയ്യ, പല കാരണങ്ങളും എന്ന് പറഞ്ഞു ഇറങ്ങി ഓടിപ്പോയൊരു കേസാണ് ശ്രീജിത്ത് പെരുമന. 20 പ്രധാന സാക്ഷികൾ കൂറുമാറിയ ഒരു കേസാണ് ശ്രീജിത്ത് പെരുമന. ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രതികൾ വിജയം ഉറപ്പിച്ച ഒരു കേസാണ് ശ്രീജിത്ത് പെരുമന. അവിടെ നിന്നാണ്
പ്രതികൾ ഈ കേസിന്റെ ഘട്ടം ഇന്നോളം ആര് പറ- പ്രതിക്കൂട്ടിൽ നിന്ന് സന്ദർഭിതല്ലേ? ആശ്മി, അപ്പോഴല്ലേ ശ്രീജിത്ത് മാറുന്നത്? ശ്രീജിത്ത് പെരുമന. അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇവര് ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു എന്നൊന്നും പറയരുത്. അങ്ങനെയൊന്നും അത് മീഡിയ വിചാരണയുടെ ഭാഗമാണ്. അവർ രാജിവെച്ചതിന്റെ എന്താണ് പ്രോസിക്യൂട്ടർമാർ പോയാലും സത്യമല്ലേ? നമുക്കറിയില്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ പോയത് സത്യമല്ലേ? ശ്രീജിത്ത് പെരുമന, എന്തുകൊണ്ടാ ആശ്മിക്ക് അറിയാമോ? അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് അറിയാമോ? ശ്രീജിത്ത് പെരുമന, ഈ പ്രോസിക്യൂട്ടർമാർക്ക് പണി അറിയാത്തവരാണ് എന്ന് ശ്രീജിത്ത് പെരുമന കരുതുന്നുണ്ടോ? എനിക്കറിയാം. അവർ പണി അറിയാത്തവരാണ് എന്ന് ശ്രീജിത്ത് പെരുമന കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ല, ഇല്ല. ഹാഷ്മി എന്താ കരുതുന്നത്? എന്തുകൊണ്ടാ അവര് പോയത്? ഹാഷ്മി, ഡിബേറ്റാണ്. അല്ല, പെരുമന പറയൂ. അങ്ങല്ലേ എല്ലാം അറിയാവുന്ന ആൾ അങ്ങ് പറയൂ. എനിക്കറിയാവുന്നത് അവരുടെ കരിയറിൽ ഇന്നേ വരെ ശ്രീജിത്ത് പെരുമന അങ്ങ് ചോദിച്ചതല്ലേ? ഞാൻ പറയട്ടെ പെരുമന, ശരി, ഞാൻ പറയട്ടെ. അങ്ങനോട് ചോദിച്ചതല്ലേ? എനിക്കറിയാവുന്നത് കരിയറിൽ ഇന്നോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും സമർത്ഥമായ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന, ഒരു ദോഷവും പറയാൻ പറ്റില്ലാത്ത ഒന്നാം റാങ്കിൽ നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ കേസ് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സത്യമാണോ അല്ലേ? താങ്കൾ തുടരൂ. പിന്നെ അല്ല, അങ്ങ് പറയൂ, സത്യമാണോ അല്ലേ? അത് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഇനി താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാതെ ഞാൻ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം. ഹാഷ്മി, ഇവിടെ മനസ്സിലാക്കേണ്ടത് അതാ നല്ലതെന്നല്ല, അതായിരിക്കും നല്ലത്. കാരണം എന്താ അറിയോ, ഈ മാധ്യമ വിചാരണയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സ്പെസിഫിക് പോയിന്റിലേക്ക് വരാം. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി ബൈജു കൊട്ടാരക്കരയ്ക്കോ ഇവിടെ ലിബർട്ടി ബഷീറിനോ ഒരു സ്പേസ് ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള, അതായത് നേരത്തെ ഇപ്പം പറഞ്ഞിട്ടുള്ള 482 പ്രകാരമുള്ള FIR ക്വാഷ് ചെയ്യണമെന്ന് പറയുന്ന അപേക്ഷയിൽ ഉൾപ്പെടെ ADGP ക്രൈംബ്രാഞ്ച് മേധാവി S. ശ്രീജിത്തിനെതിരെയുള്ള ആരോപണം വളരെ കൃത്യമായിട്ട് 8ാം പ്രതി ഉന്നയിച്ചിരുന്നു. ഹാഷ്മിക്ക് ഞാൻ പേഴ്സണലായിട്ട് അയക്കാം. ഹാഷ്മി, ഇപ്പം ആഷ്മിക്ക് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ്, നമ്മൾ പേഴ്സണലായിട്ട് ബന്ധമുണ്ടല്ലോ, അപ്പം ഞാൻ ആഷ്മിക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയക്കാം. S. ശ്രീജിത്തിന് എന്തായിരുന്നു ബാലചന്ദ്രകുമാറുമായിട്ടുള്ള ബന്ധം, എന്തൊക്കെ രേഖകൾ കോടതിയിൽ കൊടുത്തു എന്നുള്ളത്. അത് ഹാഷ്മിയുടെ പേഴ്സണൽ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഞാനത്, അതായത് 8ാം പ്രതി കേസ് നടത്തുന്നത് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊന്നും വ്യക്തിപരമായി എനിക്കും വേണ്ട. ശ്രീജിത്ത് പെരുമന, ശ്രീ ബൈജു കൊട്ടാരക്കര, എനിക്ക് ലിബർട്ടി ബഷീറിന് സ്പേസ് ഇല്ല എന്ന് പറയുന്നു. എവിടെയാണ് സ്പേസ് ഇല്ലാത്തതെന്ന് പറയണം. അത് ശ്രീജിത്ത് പെരുമന വ്യക്തമാക്കണം. എനിക്ക് ലിബർട്ടി ബഷീറിന് സ്പേസ് ഇല്ലാത്തത് എവിടെയാണെന്നുള്ളത് താങ്കൾ വ്യക്തമാക്കണം. ഹാഷ്മി, അങ്ങനെ പോവല്ലേ? ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്വാഭാവിക നടപടി എന്നുള്ള രീതിയിൽ ഈ സംസ്ഥാന സർക്കാർ, ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള, അതായത് ഏതൊരു ക്രിമിനൽ കേസിലും ഏതൊരു ക്രിമിനൽ ഒഫൻസിലും പിന്നെ വാദി ഭാഗമായിട്ട് വരുന്നത് സ്റ്റേറ്റ് ആണല്ലോ. സ്റ്റേറ്റ് വേഴ്സസ് ക്രൈം ചെയ്തിട്ടുള്ള ആൾ എന്നാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇതും സ്റ്റേറ്റ് വേഴ്സസ് പൾസർ സുനി ആൻഡ് ദിലീപ്, ഗോപാലൻ, പിന്നെ വിജീഷ് മാർട്ടിൻ എന്നൊക്കെ ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ സ്റ്റേറ്റ് ആണല്ലോ കേസ് നടത്തുന്നത്. ഈ സ്റ്റേറ്റ് ആണ് എൻ്റെ ഹാഷ്മി ഇത്രയും കാലം വിചാരണ കോടതിയെ മാറ്റണം, ജഡ്ജിനെ മാറ്റണം, ജഡ്ജ് ഇരയെ അപമാനിക്കുന്നു, വിചാരണ നീട്ടി നൽകണം, ഇത്തരത്തിലുള്ള പ്ലന്റി ഓഫ് ഹർജീസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നൽകി. എല്ലാത്തിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് ഡിക്ലൈൻ ചെയ്തു, അത് റിഫ്യൂസ് ചെയ്തു എന്ന് വന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ സർക്കാരാണല്ലോ S. ശ്രീജിത്തിനെ നിയമിച്ചിട്ടുള്ളത്. S. ശ്രീജിത്തിനെ നിയമിച്ചപ്പോ ആഘോഷിച്ചല്ലോ മാധ്യമങ്ങൾ. ഹാഷ്മിക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. ശ്രീജിത്ത് വരുന്നു, ശ്രീജിത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ പേഴ്സണലി ശ്രീജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആളാണ് DGPക്ക്. എന്തുകൊണ്ട്? ബൊഫോസ് കേസിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഒരു ക്രിമിനൽ കേസിൽ സബ് ജുഡീസ് ആയിട്ടുള്ള മാറ്ററിൽ ഒരു കാര്യം പോലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങ് മാത്രമല്ല, ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പ് കൂടി പരാതി കൊടുത്തിട്ടുണ്ട്.
പരാതി കൊടുത്താൽ സുരക്ഷിതനും ആവട്ടെ, ഫിലിപ്പ് കേസ് കൊടുത്തോട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അല്ലല്ല, ഗതാഗത ആവട്ടെ. വകുപ്പിലും യൂണിഫോം ഊരി. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ പെരുമന. ശ്രീ സക്കറിയ ജോർജ് ഹാഷ്മി അതിസങ്കീർണം ഹാഷ്മി കേൾക്കോ? അല്ലല്ല, പറഞ്ഞു പോവല്ല, പൂർത്തിയാക്ക്. ഹാഷ്മി പോവല്ല, അങ്ങനെ പോവല്ല. പറഞ്ഞു പൂർത്തിയാക്ക്. ഹാഷ്മി അങ്ങനെ പോവല്ല. ഹാഷ്മി ഒരു കാര്യം കൂടെ പറയട്ടെ. മറ്റ് ദിലീപ് അനുകൂലിന്ന് എഴുതാത്തതുകൊണ്ടാണ് ഹാഷ്മി വിളിക്കുമ്പോൾ ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ശ്രീജിത്ത് പോകുമ്പോൾ ഹാഷ്മിക്കും പിന്നെ ബൈജു കൊട്ടാരക്കാർക്കും ലിബർട്ടി ബഷീറിനും ഒക്കെ എന്താ ഒരു ഭയം, എന്തിനാ പേടി? നീതി നടപ്പിലാവുക എന്നുള്ളതല്ലേ ഹാഷ്മി ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ നിങ്ങളുടെയൊക്കെ ധർമ്മം, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പിന്നെ ചിന്ത, അല്ലെങ്കിൽ അതാണല്ലോ വേണ്ടത്. അല്ല ഹാഷ്മി, പറയട്ടെ. ഇപ്പോ നേരത്തെ എനിക്ക് മുമ്പായി സംസാരിച്ച അദ്ദേഹം പറഞ്ഞു വെച്ച എന്താ അറിയോ? ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നുണ്ട് ഇതിലേതെങ്കിലും ഫയല്? ഇതിൽ ആർക്കെങ്കിലും പിന്നെ മഞ്ജു വാര്യരെയോ കാവ്യ മാധവനെയോ ദിലീപിനെയോ കസ്റ്റോഡിയൽ ഇന്ററോഗേഷനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സക്കറിയ ജോർജ് ഈ പറയുന്ന പോലെയാണോ അതിനെ കാണേണ്ടത്? ഇപ്പോ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഞാൻ എത്താം ശ്രീ അല്ല ഞാൻ എത്താം പെരുമന ഞാൻ ഉറപ്പായും എത്തും. അങ്ങനെ മതിയ സമയം കിട്ടി, ഞാൻ ഉറപ്പായും എത്തും. ഞാൻ പോകാത്തൊരു പാലസുണ്ട്. പറയട്ടെ ഒരു കാര്യം, നിർത്താം. നേരത്തെ ദിലീപ് ആരോപിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം, നിങ്ങളുടേതായിട്ടുള്ള ഉദ്യോഗസ്ഥർ വേണം. എന്നാലേ അവിടെ ഒരു ഫാബ്രിക്കേഷൻ മാനിപ്പുലേഷൻ ദിലീപിനെ കൺവിക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ശരി, ശ്രീ സക്കറിയ ജോർജ്, ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഈ പറയുന്ന സാക്ഷികളെ വീണ്ടും എന്താണ് ബൈജു, എന്താണ് ബൈജു, എനിക്ക് വ്യക്തമാവുന്നില്ല, എന്താണത്? എനിക്ക് ഒരു മറുപടി പറയാനുള്ള സമയം തരണം. അതായത് ദിലീപിന് വേണ്ടി പറയുന്ന ശ്രീജിത്ത് പെരുമന ദിലീപുമായി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ പടമാണിത്. അതുകൊണ്ട് ഈ ശ്രീജിത്ത് പെരുമന ദിലീപിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, അതിന് യാതൊരു തർക്കവും ഇല്ല. ഇത്രയും നേരം പറഞ്ഞു വ്യക്തിപരമാണ്. അല്ല ബൈജു, അത് വ്യക്തിപരമാണ്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. ബൈജു എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്താ അല്ല അങ്ങ് കാണിച്ച ചിത്രവും അത് പെരുമനെ ബന്ധം എന്താണ്? ശ്രീജിത്ത് പെരുമന ദിലീപ് അനുകൂലിയല്ല എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പോ ശ്രീജിത്ത് പെരുമന ദിലീപിന് വേണ്ടി ശ്രീജിത്ത് പെരുമനയും കൂടെ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ പൂജയുടെ പടമാണിത്. ഇതല്ലെങ്കിൽ ഈ നിൽക്കുന്ന താടിക്കാരൻ ഇദ്ദേഹമല്ല എന്ന് അദ്ദേഹം പറയട്ടെ. 2013 ലയൺ എന്ന് പറയുന്ന ഒരു ബൈജു പറയട്ടെ. ബൈജു ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ എന്താണ് സിനിമ? ശ്രീത്തെ ബൈജു ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്താണ് സംഭവം? എനിക്ക് സംഭവം അറിയില്ല. എന്താണ്? ആഷ്മി, ഞാൻ ഈ കാണിച്ച ചിത്രം എന്ന് പറയുന്നത് ദിലീപുമായി ഇദ്ദേഹം പോയി ഒരു സിനിമയുടെ ഒരു പ്രോജക്റ്റ് ആണത്. അതിന്റെ പൂജ നടന്നതാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ദിലീപിന് വേണ്ടിയേ ഇയാൾ നിൽക്കുള്ളൂ, അത് ഉറപ്പാണ്. ഒന്നത്. രണ്ട്, എനിക്കും അതേപോലെ പിന്നെ നമ്മുടെ ലിബർട്ടി ബഷീറിനൊന്നും ഇനി സ്പേസ് ഇല്ല എന്ന് പറയുന്നത്. ഈ സ്പേസ് ഇല്ല എന്ന് വർത്താനം പറയുന്നു. അല്ലല്ല, അതിലൊന്നും അല്ല. അത് ഞാൻ പബ്ലിക് ഡൊമൈനിൽ ഇട്ട ഫോട്ടോസ് ആണ് ഹാഷ്മി. അല്ല, ദിലീപുമായി താങ്കൾ ചിത്രം പിടിക്കുന്നുണ്ടോ? ഞാൻ പബ്ലിക് ആയിട്ട് എന്റെ ഫേസ്ബുക്കിലോ അല്ല ദിലീപുമായി താങ്കൾക്ക് സിനിമ പ്രോജക്റ്റ് ഉണ്ടോ? ദിലീപുമായിട്ട് പിടിക്കുന്നില്ല. അല്ല 100% അങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഇനി പിടിച്ചാൽ തന്നെ എനിക്ക് ബൈജു കൊട്ടാരക്കരയും പേടിക്കണ്ട, എനിക്ക് ഹാഷ്മിയെയും പേടിക്കണ്ട, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തടസ്സം, അങ്ങനെ ഒരു തടസ്സവും ദിലീപിന് വേണ്ടി ഈ സംസാരിക്കുന്നതിന് ഉണ്ടെന്ന് വിചാരിക്കുന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായതുകൊണ്ടും ബൈജു കൊട്ടാരക്കര അത് പരസ്യമായി പറഞ്ഞതുകൊണ്ടും ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ശ്രീജിത്ത് പെരുമന, ദിലീപുമായി അങ്ങേക്ക് ഒരു ചിത്രത്തിൽ കണക്ഷൻ ഉണ്ടോ? ഒരു ചിത്രവും ഞാൻ ദിലീപുമായി പിടിക്കുന്നില്ല. ഒരു ചിത്രത്തിന്റെ ഒരു ആഷ്മി ഞാൻ പറയട്ടെ, ഒരു ചിത്രത്തിന്റെ അല്ല, ഒരുപാട് ചിത്രങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ആ ലീഗൽ അഡ്വൈസറായിട്ടുള്ള ചിത്രങ്ങളിൽ ദിലീപ് നായകനായിട്ടുണ്ട്, മറ്റാളുകൾ നായകനായിട്ടുണ്ട്, പിന്നെ പലരും നായകന്മാരായിട്ടുണ്ട്. അപ്പം എനിക്ക് ഇവരുടെ ഒന്നും ചരിത്രങ്ങളോ അവരുടെ ക്രൈംസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിലുമല്ല ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ബൈജു കൊട്ടാരക്കര അറിയില്ല. നിങ്ങൾ തമ്മിലുള്ള താങ്കളും ദിലീപും വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബൈജു കൊട്ടാരക്കര ചിത്രം കാണിച്ചതുകൊണ്ടാണ്.
അല്ല ബൈജു കൊട്ടാരക്കര ചിത്രം കാണിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിന്നത്. അല്ല നമ്മുടെ വിഷയം അതല്ല. അല്ല നമ്മുടെ വിഷയം അതല്ല. അല്ല അവസാനിപ്പിക്കണം, നമുക്ക് അവസാനിപ്പിക്കണം. നമ്മുടെ വിഷയം അതല്ല. ബൈജു പറഞ്ഞു പൂർത്തിയാക്കും, പെട്ടെന്ന് പറഞ്ഞു പൂർത്തിയാക്കും. ഇല്ല ശ്രീ ബൈജു കൊട്ടാരക്കര ഒറ്റ മിനിറ്റ്. അല്ല അങ്ങനെ പറഞ്ഞു പോരുത്. ശ്രീ ബൈജു കൊട്ടാരക്കര അങ്ങ് ഒരു ചിത്രം കാണിച്ചു, ദിലീപ് എന്തോ ചിത്രം എന്നുള്ളതാണ് പറഞ്ഞു. ശ്രീത് പെരുമന തിരുത്തുന്നു, അദ്ദേഹം ലീഗൽ അഡ്വൈസർ മാത്രമാണ്. അവിടെ തീർന്നില്ലേ? നമുക്ക് വിടാം അല്ലേ? ഇല്ല ആഷ്മി, എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബാക്കിയുള്ള എത്രയോ സിനിമകളിൽ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ചിത്രമെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പബ്ലിക് ഡൊമൈനിൽ? ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള ടൈറ്റിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ലീഗൽ അഡ്വൈസറായിട്ടിരുന്നോ? ശരി അപ്പോട്ടെ നമ്മുടെ വിഷയം അതല്ലാതെ വിടുന്നു. നമ്മുടെ വിഷയം അതല്ലാതെ വിടുന്നു. ശരി അങ്ങനെ പോലാശ്മി വെള്ളരിക്ക പട്ടണം എന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ സെൻസർ ചെയ്ത ഏറ്റവും പുതിയ പടം ഞാനാണ് ലീഗൽ അഡ്വൈസർ. അത് ഈ പറഞ്ഞ ദിലീപിന്റെ പടം കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ? അല്ല അത് ഈ പറഞ്ഞ ദിലീപിന്റെ പടം കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ? അല്ല അത് ഈ പറഞ്ഞ ദിലീപിന്റെ സിനിമ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ വെള്ളരിക്ക പട്ടണം? വെള്ളരിക്ക പട്ടണമല്ല ഇത്, വെള്ളരിക്ക പട്ടണമല്ല ശ്രീ പെരുമന. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി നമ്മുടെ പടം അല്ല നമ്മുടെ ചർച്ചാ ഇഷ്യൂ അതല്ല. നമ്മുടെ ചർച്ചാ ഇഷ്യൂ താങ്കൾക്ക് ദിലീപുമായി ബന്ധമുണ്ടോ എന്നുള്ളതല്ല. താങ്കളുടെ അതിഥിയാണ്, താങ്കൾ വന്നു, താങ്കൾ കാര്യങ്ങൾ പറയുന്നു. ശരി വിട്ടു. അങ്ങനെയാണെങ്കിലും വിടല്ലേ ഞാൻ പറയട്ടെ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു, ഏതെങ്കിലും ഒരു സിനിമ പറയുമോ? അല്ല അങ്ങ് പറഞ്ഞു, അങ്ങ് തിരുത്തി. ഓക്കെ ഡൺ. ഞാനാണ് ലീഗൽ അഡ്വൈസർ. ശരി വ്യക്തമാണ്. ഓക്കെ ശരി. ശ്രീ സക്കറിയ ജോർജ്, ഇത് സങ്കീർണമായ കേസാണ്. സക്കറിയ ജോർജ്, ഇത് അതിസങ്കീർണമായ ഒരു കേസാണ്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ പല രീതിയിൽ സക്കറിയ ജോർജിലേക്ക് ഞാൻ എത്താമെന്ന് വരുന്നു. എന്തോ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് പി എ പ്രജി, ഇതിലെ പ്രശ്നം നാളെ ഈ പറയുന്ന സാക്ഷികളെ ദർവേഷ് സാഹിബിന് ആക്സസ് ആണോ ഇല്ലേ എന്നുള്ളതല്ല. നാളെ ഈ പറയുന്ന കേസുകളുടെ കെട്ടുകൾ ദർവേഷ് സാഹിബിന് പരിശോധിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതല്ല. ഇത്രയും പ്രമാദമായൊരു കേസ്, ഇത്രത്തോളം ചുഴികളും മലരുകളുമുള്ളൊരു കേസിൻ്റെ തെളിവുകളുടെ പുതിയ കൂമ്പാരങ്ങൾ ശ്രീ അഡ്വക്കേറ്റ് പി എ പ്രജി, ശ്രീജിത്ത് ഈ കേസിലേക്ക് വരുന്നത് എപ്പോഴാണ്? വിചാരണ കോടതിയിൽ അന്വേഷണ സംഘം പെട്ട് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ശ്രീജിത്തിനെ ഏൽപ്പിക്കുന്നതല്ലേ? ആ കേസിന്റെ പൂർത്തീകരണത്തിലേക്ക് കാത്തു നിൽക്കാതെ ഒന്ന് രണ്ട് പ്രത്യേക തീരുമാനങ്ങൾക്ക് വരുമ്പോൾ പെട്ടെന്ന് എന്താണ് ശ്രീജിത്തിനങ്ങ് മാറ്റം? അത് സ്വാഭാവികം എന്ന് പറയുന്നത് എങ്ങനെയാണ് സി പി എ പ്രജി? ഹാഷ്മി, ഒരു 3 പോയിന്റ്സ് പറയാനുള്ള സമയം എനിക്ക് തരണം. ഒന്ന്, ഇതിൻ്റെ ആദ്യ റൗണ്ട് ചർച്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഞാൻ സമ്മതിക്കുന്നു നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നൊരു കേസാണ്. പക്ഷേ റെയറായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു കേസിനകത്ത് 100 കണക്കിന് സാക്ഷികളെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിട്ട് 120B പ്രൂവ് ചെയ്യാൻ ഒരു സാക്ഷിയെ പോലും, ഒരു എവിഡൻസ് പോലും ട്രയൽ കോടതിയിൽ കൊടുക്കാനാകാത്ത ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ആ കേസിനെ പറ്റി വമ്പ് പറയുന്നത്. ഞാനും ഹാഷ്മിയും കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ ഒന്നടങ്കം ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായി ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ എത്രയോ ചർച്ചകൾ ചെയ്തു. ആ ചർച്ചകളിൽ ഒന്നും തന്നെ ഈ പറയുന്നത് പോലെ എട്ടാം പ്രതിയെ വേണ്ട വിധത്തിൽ ആ കേസിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ട യാതൊരു എവിഡൻസുകളും കണ്ടെത്താൻ കഴിയാത്ത ഏറ്റവും ഷാബിയായ, ഏറ്റവും വൃത്തികെട്ട ഒരു അന്വേഷണം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസിനകത്തെ ഏറ്റവും അവസാനത്തെ കൊടികെട്ടിയ ഡിവൈഎസ്പിയെ വിസ്തരിക്കുന്നതിന് തൊട്ട് മുമ്പായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ പറയുന്ന അന്വേഷണ പ്രഹസനം എന്ന് പ്രതി പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ഡിനേ ചെയ്യാൻ കഴിയുക? ഇപ്പൊ തന്നെ ഞാൻ ബൈജു കൊട്ടാരക്കര എന്നുള്ള പേര് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ ഇടപെട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ചർച്ചയിലടക്കം പറഞ്ഞൂടെ? അല്ല, പ്രതിയുടെ വാക്ക് അങ്ങേക്ക് വേദവാക്യമായി തോന്നുന്നത് എന്താണ്? അവസരമില്ലേ സാർ, ഈ പ്രതിയുടെ വാക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു റേപ്പ് കൊട്ടേഷൻ കേസിലെ 8ാം പ്രതിയുടെ വാക്കുകൾ അങ്ങേക്ക് വേദവാക്യമാകുന്നത് എന്തുകൊണ്ടാണ് സി പി എ പ്രജി? അദ്ദേഹം നിരപരാധിയാകട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന വേദവാക്യമാക്കി എടുക്കാം. 8ാം പ്രതിയുടെ ഒന്നല്ല, കേരളത്തിലേതെന്നല്ല, ഇന്ത്യയിലേതെന്നല്ല, ലോകത്തെവിടെയുമുള്ള നിയമവ്യവസ്ഥയിൽ, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ പ്രതിയെ കേൾക്കാനുള്ള അവസരമില്ലേ?
പ്രതിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരു നടി ഒരു ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചു, അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളിനെ തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കാൻ പറയാൻ ഏത് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിനകത്താണത് കഴിയുക? ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാധ്യമ ചർച്ചയിലടക്കം തലയും വാലുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്ക് ഏത് മന്ത്രിയുടെ വീട്ടിൽ, ഏത് മന്ത്രിയുടെ ഭാര്യയുടെ വീട്ടിൽ ആര് പോയി, എപ്പോൾ പോയി, ആ തരത്തിൽ പറയാനുള്ള ബാധ്യത ബൈജു കൊട്ടാരക്കരയ്ക്കുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ അപമാനിക്കുന്ന നിലയിലേക്ക് തലയും വാലുമില്ലാത്ത ആരോപണങ്ങളുമായി ഒരു ചർച്ചയിൽ പോകാൻ പാടില്ല. അല്ല ബൈജു മറുപടി പറയാമെന്ന് പറയട്ടെ. തീർച്ചയായും ആ വിഷയത്തിൽ വ്യക്തമാക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കാം. പക്ഷെ അത് ആരാണെന്ന് പറയാൻ മാത്രമാണ് ഞാൻ വഴങ്ങിക്കൊടുക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ബാക്കി ഇനി 2 പോയിന്റ്സിന് മറുപടി എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ മന്ത്രി ആരാണെന്ന്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകൻ ആരാണെന്ന്, അദ്ദേഹത്തെ പോയി കണ്ടതാരാണെന്ന്, ഏത് ഭാര്യയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേ? ഇങ്ങനെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാകെ താറടിക്കാനും അപമാനിക്കാനുമുള്ള ഒരു അവസരമായി 24 ചാനലിന്റെ ന്യൂസിനെ ബൈജു കൊട്ടാരക്കര മാറ്റരുത്. അടിസ്ഥാനത്തിലാണ് മറുപടി ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ബൈജു കൊട്ടാരക്കര അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് ചാനലിന്റെ നിലപാടാണെന്നോ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നോ ബൈജു കൊട്ടാരക്കരയുടെ മാത്രം വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ പറയുന്നതാണെന്നും ഞാൻ ക്ലാരിഫൈ ചെയ്തു. നമുക്ക് കേട്ടതാണ്. ശ്രീ ബൈജു പി.എ. പ്രജി പറയുന്ന പേര് പറയാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിക്ക് മറുപടി ഉണ്ടോ? ഹാഷ്മിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തമുള്ളത് ബൈജു കൊട്ടാരക്കരയ്ക്കാണ്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ആരോപണം പറയുമ്പോൾ അത് കൃത്യമായി പറയണ്ടേ? ഏത് മന്ത്രിയെ സംബന്ധിച്ചാണ് ഈ ആരോപണം പറയുന്നത്? ഏത് മന്ത്രിയുടെ ഭാര്യയെ സംബന്ധിച്ചാണ് ഈ ആരോപണം പറയുന്നത്? എപ്പോഴാ പോയി കണ്ടത്? ആരാണ് പോയി കണ്ടത്? ആരുടെ സ്വാധീനത്തിന് വശംവദമായിട്ടാണ് ഈ മാറ്റം നടന്നത്? ഇതൊരു സ്വാഭാവികമായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര ഒറ്റ മിനിറ്റ്. ബൈജു കൊട്ടാരക്കര മന്ത്രി എന്ന് പറഞ്ഞില്ല. അല്ല പി എ പ്രജി മന്ത്രി പറഞ്ഞോട്ടെ. ഈ ചർച്ചയുടെ ആത്മാവെന്ന് പറയുന്നത് ബൈജു കൊട്ടാരക്കര മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അറിയില്ല, ഞാൻ അങ്ങനെ കേട്ടായിട്ട് ഓർക്കുന്നില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര അങ്ങേക്ക് ഈ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മന്ത്രി എന്ന് വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് നേതാവിനെ ആ പേര് ഞാൻ പുറത്ത് പറയുന്നില്ല. പിന്നെ ആഷ്മി, എനിക്കതിന് മറുപടി പറയാൻ ഒരു സമയം തരണം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാനും ആക്ഷേപിക്കാനും അല്ല ഞാൻ ഇവിടെ പോലെയുള്ള ആളുകൾ നാളെ പൊട്ടിക്കും, മറ്റന്നാൾ പറയും, അതിന്റെ പിറ്റേന്ന് പറയും, ഒരാഴ്ച കഴിഞ്ഞ് പറയും. ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ തരത്തിലുള്ള ഉണ്ടയില്ലാത്ത വെടികൾ, ഈ തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നും കേൾക്കില്ല. രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും കേൾക്കില്ല. രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്ന ആരും ഒന്നും കേൾക്കില്ല. ആരും ഒന്നും കേൾക്കില്ല. തരും. ശരി, ഞാൻ സക്രിയ ചോദ്യത്തിന് പോയിട്ട് വരാം. ശരി, ഞാൻ സമയം തരും. സമയം തരും. ശ്രീ സക്കറി അല്ല സമയം തരും. ഇല്ല, നമ്മുടെ ഒരു പാനലിസ്റ്റ് ഞാൻ പോയിട്ടേ ഇല്ല. ഒറ്റ മിനിറ്റ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാനലിസ്റ്റിനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടില്ല. നമ്മൾ വെറുതെ വെള്ളം വെച്ചോണ്ടിരിക്കുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇത് അതിസങ്കീർണമായ ഒരു കേസാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കേസിന്റെ ഈ ഘട്ടത്തിൽ ഇതിന്റെ എന്താണ് പറയുക, ഇതിന്റെ എല്ലാവിധ അടിയൊഴുക്കുകളും അറിയാവുന്ന, ഇതിന്റെ എല്ലാവിധ മൈന്യൂട്ട് ഡീറ്റെയിൽസും അറിയാവുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറുന്നു. എന്താ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസാണ്. സൂപ്പർ ലീഡ് നൽകുന്ന ആരാണ്? ഈ പറഞ്ഞ ശ്രീത്തായിരുന്നല്ലോ ഇക്കാലം അത്രയും എറണാകുളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് രാപ്പകലില്ലാതെ നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറുന്നു. പുതിയ ഒരാൾ ഈ കേസിനെ പറ്റി ഇതുവരെ കാര്യമായ ധാരണ, ഒരുപക്ഷെ എന്നെ പോലെയോ അങ്ങേ പോലെയോ സാധാരണക്കാരെ പോലെ അറിയാവുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നു. എങ്ങനെയാകും ഈ അന്വേഷണത്തെ ഇത് ബാധിക്കുക സക്കറിയ ജോർജ്? ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ട്രാൻസ്ഫറിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ജനറൽ ട്രാൻസ്ഫറിൻ്റെ സമയം എന്ന് പറയുന്നത് മെയ് ജൂണാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹം ചിലപ്പോഴല്ല അദ്ദേഹം ഫയൽ കാണണം. കാരണം ഓൾ ഇന്ത്യ സർവീസുകാരുടെ ഫയലെല്ലാം ഗവൺമെൻറ് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം
മുഖ്യമന്ത്രിയാണ് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഇട്ട ഉത്തരവായിരിക്കാം. ചിലപ്പോൾ ഇവിടെ ചിലർ പറഞ്ഞതുപോലെ ശ്രീ പി ശശി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ടച്ചുള്ള ഒരു ഓർഡർ ഇറക്കാൻ അദ്ദേഹം ചിന്തിച്ച് കാണാം. പക്ഷേ എന്തായാലും ട്രാൻസ്ഫർ ഓർഡർ ഏപ്രിലിൽ 22-ാം തീയതി ഇറങ്ങിയിരിക്കുന്നു. ആ ഓർഡറിനകത്ത് ഒരാൾ ഈ പറയുന്ന പ്രമാദമായ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ടീമിൻ്റെ ചീഫാണ്. പിന്നെ ഇപ്പോൾ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് GORT നമ്പർ 1670 1670/2022 GAD ഡേറ്റഡ് 22/4/2022 ഓർഡറിനകത്ത് ഒരിടത്ത് പോലും അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ല. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് പോലീസിൻ്റെ മാനുവലിൽ 67 പ്രകാരം അത് ജനറലായിട്ട് നടത്തേണ്ട കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് വരുന്നത് ഇപ്പം ഒരു ഉദ്യോഗസ്ഥന് UN ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം അപ്ലൈ ചെയ്തു, അദ്ദേഹത്തിന് കിട്ടി, അല്ലെ സെൻട്രൽ ഡെപ്യൂട്ടേഷന് കിട്ടി, ഇനി അല്ലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇനി ചികിത്സയ്ക്ക് പോകണം, അങ്ങനെയൊക്കെ വരുമ്പം ഒരു ലീവ് എടുക്കുന്നു. ഇനി അതല്ല, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു പോയിട്ട് ആ സീറ്റ് വേക്കൻ്റ് ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി നമുക്ക് ഓർഡർ ഇറക്കാം. അല്ലാത്തപ്പോഴെല്ലാം ജനറൽ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിൽ ഇറക്കാൻ പാടുള്ളൂ. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, 22 സെപ്റ്റംബർ 2006 സുപ്രധാന വിധി പോലീസിനകത്ത് ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് കൊണ്ട് ഇന്ത്യയിൽ ആകമാനം കാണിക്കുന്ന രാഷ്ട്രീയക്കാർ നടത്തുന്ന അക്രമങ്ങളും വൃത്തികെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടി ഇട്ട ഉത്തരവിനകത്ത് പറയുന്നുണ്ട് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് വേണം, അവർ റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് വേണം ചെയ്യാൻ. ചില കാര്യങ്ങളിൽ നമ്മൾ സുപ്രീം കോടതി മഹത്തരമാണെന്ന് പറയുന്നു. അതായത് ചില കേസുകൾ പോലീസ് തലപ്പത്തെ അഴിച്ചുപണി സ്വാഭാവികമാണ്, ഈ പറയുന്ന വർക്ക് അറേഞ്ച്മെന്റ് ആണെന്ന് കൃത്യമായി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ. അത് മാൻഡേറ്ററി ആണോ സർ? ഇപ്പോൾ ഈ പറയുന്ന ഒരു 45 ദിവസം വൈകി ഇദ്ദേഹത്തെ മാറ്റിയാൽ അത് സംഭവിക്കാനുള്ളത് എന്താണ്? അത് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ പ്ലീസ്. കാരണം ജനറൽ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ആണ് വേണ്ടുന്നത്. അതിന് നോംസ് ഉണ്ട്. അത് ഈ ഗവൺമെൻറ് തന്നെ, ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആദ്യ ഘട്ടം, ആ ഘട്ടത്തിൽ ഇറക്കിയ GOP 3/2017 ഡേറ്റഡ് 25/2/2017 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഡാറ്റാബേസ്, ഡിജിറ്റൽ ഡാറ്റാബേസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് ട്രാൻസ്ഫർ ഓൺലൈൻ വേണം, എല്ലാവർക്കും ഇനി വില്ലിങ്നെസ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഒക്കെ ചെയ്യണം. അതിലുപരി തന്നെ പോലീസിനകത്ത് പ്രൊഫഷണലിസത്തെ മുൻനിർത്തി വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി പോലീസിന് കൊടുക്കുന്നില്ലെങ്കിൽ ചിലർക്കൊക്കെ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടും, ചിലർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പോലീസിന് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ നാട്ടിൽ നടക്കുമ്പോൾ മൊത്തം ക്രൈംസും വൃത്തികേടുകളുമേ നടക്കുകയുള്ളൂ. അപ്പോൾ അകത്ത് IG M. ഗോപാലൻ സാറ് 24 നവംബർ 1967 ഇറക്കിയ ഒരു ഓർഡറുണ്ട്, അല്ലെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പോലീസ് ഫോഴ്സ്. അതിനകത്ത് പറയുന്നുണ്ട് ദർ ഷുഡ് ബി ജസ്റ്റിസ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. 67 ഇറക്കിയതാണ്. 67 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ, 50-55 വർഷമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ 45 ദിവസം വൈകി വർക്കാരിൽ മാറ്റിയാൽ പ്രശ്നമുണ്ടാകാനുണ്ടോ? കുറച്ച് പരിപാടികളുണ്ട് ആഷ്മി. അല്ല, ഞാൻ പറയാൻ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് പറഞ്ഞതുകൊണ്ട് അത് സുപ്രീം കോടതി വിധിയുടെ പ്രകാരവും പോലീസ് മാനുവൽ പ്രകാരവും തീർത്തും തെറ്റാണ്. ശരി, ഞാൻ 45 ഡേയ്സ് കൂടെ കൊടുക്കുക എന്നുള്ളതല്ല. അല്ല, അതിന്റെ കാര്യം പല കേസുകളിലും ഈ അന്വേഷണ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓർഡേഴ്സ് ഇതിനു മുമ്പ് പലപ്പോഴും ഇട്ടിട്ടുണ്ട്. അല്ല, ശ്രീ അങ്ങനെ പറയല്ലേ, അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറയട്ടെ. അപ്പം അങ്ങനെയല്ലോ ആഷ്മി. പോലീസ് മാനുവലിനെ പറ്റി അങ്ങനെ ലെക്ചർ ചെയ്യാനുള്ള അറിവുണ്ടെങ്കിൽ പോലീസ് ചീഫിനെ എഴുതി കൊടുത്തിട്ട് പോലീസ് അക്കാഡമി പോയി പഠിപ്പിക്കണം. പോലീസ് അക്കാഡമി പഠിക്കാൻ അവർ വെൽക്കം ചെയ്യും. കാരണം പണ്ഡിതരെ അവർ നോക്കിയിരിക്കുവാണ്. പണ്ഡിതരെ പോലീസ് പണ്ഡിതരെ അദ്ദേഹം ഒരു റിട്ടയർഡ് SP ആണ്. ഈ പറഞ്ഞ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിനെ കുറിച്ച് വളരെ വ്യക്തമായി ധാരണയുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം കുറച്ച് വിശദമായി പറയുന്നു എന്നല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ ഏറ്റവും ഒടുവിലല്ലേ അദ്ദേഹത്തിന് ചോദ്യത്തിനായി പോയത് ശ്രീ പെരുമന.
പറയട്ടെന്നേ, ആവട്ടെ, എങ്കിലും ഞാൻ നമ്മുടെ പറയുന്നത് ഫെലോ പാനലിസ്റ്റ് അല്ലേ? ആവട്ടെ, ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള അവസരം. പക്ഷെ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നു ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു ADGPയെ മാറ്റിയത് കൊണ്ട് എന്ന് സമയത്ത് മാത്രം ഒരു ലെക്ചർ ഇവിടെ വരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പാകെ എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. അതായത് സർ, എനിക്കും അറിയാം, സാറിനും അറിയാം, പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല ശ്രീ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞത്. എൻ്റെ അതിഥിയാണല്ലോ, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന കോടതി ഉത്തരവിലെ 59ാമത്തെ പേജ് ഫസ്റ്റ് പാര ജഡ്ജി പറയാണ്, കോടതി പറയുകയാണ്, ഈവൻ ഇഫ് വാട്ട് ഈസ് റിവീൽ ഫ്രം ദ അലിഗേഷൻസ് ഈസ് എ ഡൗട്ട്ഫുൾ കേസ് ഫോർ മേക്കിംഗ് ഔട്ട് ദ ഒഫൻസ്, ഇൻ മൈ വ്യൂ അറ്റ് ദ സ്റ്റേജ് ഓഫ് FIR ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് ഷുഡ് ഗോ ഇൻ ഫേവർ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് നോട്ട് ടു ബി അക്യൂസ്ഡ്. അതായത് ഇതൊക്കെ ആയിട്ടും കോടതിക്ക് ഇതെന്താണ് മേക്കിംഗ് ഔട്ട് ഓഫ് ദ ഒഫൻസിന് മതിയായ തെളിവുകളാണെന്ന് കോടതിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കേട്ടോ ശ്രീ ബൈജു കൊട്ടാരക്കര. ശ്രീജിത്തിനെ അങ്ങ് വല്ലാതെ വാഴ്ത്തുമ്പോഴും ശ്രീ ബൈജു കൊട്ടാരക്കര. ഹാഷ്മി, അതിൻ്റെ കാര്യം ഈ ക്രൈംബ്രാഞ്ചിന് കിട്ടിയ തെളിവുകൾ, ഈ പറയുന്ന പോലെ ഈ ഡിവൈസുകളിൽ നിന്നൊക്കെ എടുക്കുന്ന തെളിവുകൾ, ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് റിട്രൈവ് ചെയ്തെടുക്കാൻ എത്ര സമയം വേണമെന്നാണ് കരുതുന്നത്? അതിനുള്ള സമയം അവർക്ക് കൊടുക്കണം. ഒന്നത്, ഞാനിനി ഹാഷ്മി എനിക്ക് ശകലം സമയം തന്നേ പറ്റുള്ളൂ. കാരണം ഇവർ 3-4 പേരിരുന്ന് ഒരുമിച്ചിരുന്ന് ആക്രമിക്കുമ്പോൾ മറുപടി പറയാനുള്ള സമയം വേണം. ആദ്യം ഞാൻ മറുപടി പറയുന്നത് PC ജോർജിനാണ്. PC ജോർജ് നേരത്തെയും ഈ അതിജീവിതയെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ ചാനലുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളരെ വിമർശനം പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത് വീണ്ടും വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുന്ന രീതിയിലാണ് PC ജോർജ് പെരുമാറുന്നത്. ഒന്നത്, അയാൾ അന്ന് എന്താണെങ്കിലും ശരി, ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ ആ പരാമർശങ്ങൾ പിൻവലിക്കണം. ഒന്നത്. രണ്ട്, പ്രിജി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പ്രിജി ഇതിൻ്റെ കോടതിയുടെ മെറിറ്റിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ശരിയാണ്, ഈ കേസിന് ഹൈക്കോടതിയിൽ മെറിറ്റ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് രാംകുമാറാണ് ആദ്യം ഇതിന് ജാമ്യത്തിന് വേണ്ടി പോയിരുന്നത്. 2 പ്രാവശ്യം ജാമ്യത്തിന് പോയി, ജാമ്യം കിട്ടിയില്ല. ആ കിട്ടാതിരുന്നപ്പോൾ 2017 ഒക്ടോബർ 19 ശ്രീ സുനിൽകുമാറിൻ്റെ ബെഞ്ച്, അതായത് ഹോണറബിൾ സുനിൽകുമാറിൻ്റെ ബെഞ്ച് അന്ന് പറയുന്നു, എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് വീണ്ടും ഇതുമായി വരുന്നത്? സർവ്വ ചാനലുകളും അന്ന് ഹെഡ്ലൈനിൽ എഴുതി കാണിച്ച കാര്യമാണ്. എന്തിനാണ് വീണ്ടും എൻ്റെ മുമ്പിലേക്ക് ഇതുമായി വരുന്നത്? കാരണം തെളിവില്ലാഞ്ഞിട്ടല്ല, തെളിവുണ്ട്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ജാമ്യം കിട്ടുന്നത്. ആ ജാമ്യം കിട്ടുന്നതിന് മുമ്പാണ് ഈ പറയുന്ന സാഗർ എന്ന് പറയുന്ന ലക്ഷ്യയിലുണ്ടായിരുന്ന സാക്ഷിയെ കൂറുമാറ്റിയത്. അതുപോലെ സിനിമയിലുണ്ടായിരുന്ന 11ഓളം പേരെ കൂറുമാറ്റിയത്. ഈ കൂറുമാറ്റി വന്നത് ആരായിരുന്നു? രാമൻ പിള്ളയായിരുന്നു അന്ന് വാദിച്ചത്. അപ്പോൾ ഈ 2 പ്രാവശ്യം രാംകുമാർ എന്ന വക്കീൽ വാദിച്ചിട്ട് ജാമ്യം കിട്ടാതിരുന്ന സ്ഥാനത്ത് 3ാമത്തെ സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് ആ ഡേറ്റ് വെച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ 164 എടുത്ത ഡേറ്റ് ഒക്കെ വെച്ച് നോക്കിയാൽ വളരെ വ്യക്തമാകും. അത് അവരെ ഇത്രയും പേരെ കൂറുമാറ്റി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, ജാമ്യം കിട്ടി. അപ്പോൾ കോടതിയിൽ ആരാണ് മാൽ പ്രാക്ടീസ് കാണിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒന്നത്. രണ്ട്, ഈ കഴിഞ്ഞിടയ്ക്ക് ഹൈക്കോടതി വീണ്ടും പറഞ്ഞു, എന്താണ്, ചില തെളിവുകൾ കാണുമ്പോൾ, എൻ്റെ മുമ്പിലേക്ക് വരുന്ന രേഖകൾ കാണുമ്പോൾ കോടതിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഹോണറബിൾ ജസ്റ്റിസ് VN ഗോപിനാഥ് സാറിന്റെ ബെഞ്ചിലാണ് പറഞ്ഞത്. അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എല്ലാം കഴിയുമ്പോഴും കോടതി പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവ് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അന്വേഷണം കൊടുക്കുന്നു, ഒരു ഔദാര്യം പോലെ ചെയ്യുന്നു ശ്രീ ബൈജു കൊട്ടാരക്കര. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് സംശയമുള്ളത് ഹാഷ്മി. പല കാര്യങ്ങളിലും വിചാരണ കോടതിയുടെ കാര്യമെടുത്ത്, വിചാരണ കോടതിയിൽ 2 പ്രാവശ്യം പ്രോസിക്യൂട്ടർ പോയ കാര്യം പറഞ്ഞു. ഈ സർക്കാർ അന്വേഷിച്ചോ എന്തിനാണ് 2 പ്രാവശ്യം പ്രോസിക്യൂട്ടർമാർ മാറിയതെന്ന്? പ്രിജി വലിയ വാചകം അടിച്ചല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച്. ആനി രാജ പറഞ്ഞേക്കുന്നുണ്ട്, ഇപ്പോഴും വന്ന് അടിയിൽ അണ്ടർലൈൻ ചെയ്ത് എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ലേ, CPIയുടെ ഭാഗമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൊത്തത്തിലൊന്നും പ്രിജി എടുത്ത് തലയിലേക്ക് വെക്കണ്ട. അതിലുള്ള യാതൊരു അംഗീകാരമൊന്നും തനിക്കില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ച ഈ വിചാരണ കോടതിയിൽ നിന്ന് 2 പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം. മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. അത് ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് മര്യാദക്കാണ് ഉപയോഗിക്കുന്നത്. വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞാനും പറയും.
ഏതാണ് മര്യാദ മനസ്സിലായില്ലേ? ഇല്ല അങ്ങനെ പറയണ്ട ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ പരസ്പരം ഇല്ല അങ്ങനെ പരസ്പരം നമ്മുടെ ഈ വേദിയല്ലേ വലിയ സംഭവം അങ്ങനെ പറയണ്ട. തിരിച്ച് അങ്ങനെയുള്ള എന്നെ പേടിക്കൊന്നും വേണ്ട ബൈജു കൊട്ടാരക്കര. ശരി ഇടതുപക്ഷ ജനാധിപത്യ ശരി മനസ്സിലായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ അഡ്വക്കേറ്റ് തമ്പുരാനെ പറഞ്ഞോട്ടെ തമ്പുരാനെ ബാക്കി കാര്യങ്ങളൊന്നും അനുവദിക്കുന്നു പറഞ്ഞു തരാൻ അനുവദിക്കും. പറയൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിന് ഉത്തരവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇയാളുടെ കോലിട്ട് ഇളക്കാതെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അതിനിടയ്ക്ക് കോലിട്ട് ഇളക്കാതെ നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് പറയുന്നത് അതല്ലേ? നിങ്ങൾ പറയൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് നേതാവിന്റെ വീട്ടിൽ ഏത് ഭാര്യയുടെ അടുത്ത് ദിലീപിന്റെ ആര് മാധ്യമങ്ങൾക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പറയുന്നേ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ. നിങ്ങൾ അത് പറഞ്ഞിട്ട് പിന്നെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യം പറയുന്നേ. നിങ്ങൾ ഈ അസ്വസ്ഥതപ്പെടുത്തിയ കാര്യം പറയാൻ തുടങ്ങിയിട്ട് മാസം രണ്ടായി. പറയട്ടെ ഹാഷ്മി, അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര ഇതിലെ പ്രശ്നം ശ്രീ ബൈജു കൊട്ടാരക്കര അല്ല ഇമോഷണൽ ആവല്ലേ? അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര ഇത് കാര്യം നോക്കൂ. ശ്രീ ബൈജു ഒരൊറ്റ മിനിറ്റ് പ്രിജി അല്ല പ്രിജി ഒരൊറ്റ മിനിറ്റ് അല്ല പ്രിജി അല്ല പ്രിജി ഒരു മിനിറ്റ് അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര ഇത് പ്രശ്നം ഞാൻ പറയട്ടെ. ബൈജു അങ്ങ് തന്നെയാണത് പറഞ്ഞത്. ശ്രീ ഒരൊറ്റ മിനിറ്റ് ഒന്നും കേൾക്കില്ല. ആരും ഒന്നും കേൾക്കില്ല. ശരി ശ്രീ പി എ പ്രജി ഓക്കെ ഓക്കെ ശ്രീ ബൈജു കൊട്ടാരക്കര ഇതിലെ പ്രശ്നം അങ്ങ് പറഞ്ഞു അങ്ങ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഭാര്യ എന്നങ്ങ് പറഞ്ഞതാണോ തുടക്കത്തിൽ? സ്വാഭാവികമായും ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്ന പി എ പ്രജി അത് ചോദ്യം ചെയ്യില്ലേ? ആ ചോദ്യത്തിന് അങ്ങ് പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയാം, അത്രയല്ലേ ഉള്ളൂ ബൈജു. ഞാൻ ആദ്യമേ കുറിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ അങ്ങോട്ട് അസ്വസ്ഥതപ്പെടുത്തിയതും ഏതാണ് ഈ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലെ ജഡ്ജി? ആരാണ് ഈ സുനിൽ കുമാർ? ശ്രീജിത്ത് പെരുമന ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനല്ലേ? സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു ജഡ്ജി ഏത് കാലത്താണ് ഉണ്ടായിരുന്നത് ഒന്ന് പറഞ്ഞോട്ടെ. എന്തായാലും ഞാൻ ഈ സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു ജഡ്ജിയെ കുറിച്ച് കേട്ടിട്ടില്ല. ആരാണ് ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന ജഡ്ജി? തോന്നുന്നത് ഒരു അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു പോകല്ലേ. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യല്ലേ, നമ്മളൊരു വിഷയം ഡിബേറ്റ് ചെയ്യല്ലേ. അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു പോകും. ശരി സക്കറിയ ജോർജ് ശരി ഇല്ലാത്ത ജഡ്ജിയുടെ പേര് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ചയിൽ? അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ കുറിച്ച്, അവരുടെ ഭാര്യമാരെ കുറിച്ച്, അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പറയട്ടെ, അദ്ദേഹം പറയൂ ഈ ചർച്ചയിൽ. ബൈജു കൊട്ടാരക്കര അത് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. അതുകൊണ്ട് ഞാൻ വരാൻ പറ്റും. പറയൂ അല്ല പറഞ്ഞു പൂർത്തിയാക്കും പെട്ടെന്ന്. ഞാൻ മുഴുപ്പിച്ചിട്ടില്ല ആഷ്മി. ഞാൻ സുനിൽ കുമാർ ബൈജു കൊട്ടാരക്കരയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലാണ് അങ്ങനെ അല്ലല്ല ബൈജു കൊട്ടാരക്കരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഇവിടെ മാതൃഭൂമിയിൽ അല്ല, ഇത് മാതൃഭൂമിയിൽ അങ്ങനെ തന്നെ അത് പിന്നെ സംപ്രേഷണം ചെയ്യാനാണെങ്കിൽ ആഷ്മി പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾ വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. ബൈജു കൊട്ടാരക്കരയുടെ യൂട്യൂബ് ചാനൽ ന്യൂസ് ഗ്ലോബ് TV അതിന് അങ്ങനെ വികാരമുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ശരി ഞാൻ സകലം പോട്ടെ. ശരി ഇല്ല അങ്ങനെ പറയരുത് ബൈജു കൊട്ടാരക്കര. തരുത് അങ്ങനെ വ്യക്തിപരമായി ഒന്നും പറഞ്ഞു പോകണ്ട. എല്ലാവരും നമ്മൾ വിളിച്ചിരുന്ന നന്ദികളല്ലേ, കാര്യങ്ങൾ പറയാൻ വരുന്നവരല്ലേ. ബൈജു കൊട്ടാരക്കര ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരോട് എന്നെ ആക്രമിക്കുകയും ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നെ അവർ രണ്ടുപേരോട് ആക്രമിക്കുകയും ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് ഞാൻ സംസാരിക്കുന്ന കേൾക്കാതിരിക്കാനുള്ള ഒരു പ്രവണത അത് എല്ലാ ചർച്ചകളിലും ഉള്ളതാണ്. ഞാനത് പറഞ്ഞു മുഴുവിപ്പിക്കട്ടെ. ഈ ചർച്ചയുടെ അവസാനം വരെ ഞാനത് ചോദിക്കും. അത് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിജിയുടെ അവസരം വരുമ്പോൾ പ്രിജി ചോദിക്കൂ. കൊട്ടാരക്കര പറഞ്ഞു പൂർത്തിയാക്കൂ. അതെ ആഷ്മി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ EP ജയരാജൻ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ശരത്തുമായി ഒരുമിച്ച് ഹോട്ടലിൽ എത്ര ദിവസം എത്ര തവണ കണ്ടുമുട്ടിയെന്ന് അന്വേഷിച്ചു നോക്കൂ.
ബൈജു ഞാൻ കൊട്ടാരക്കര പറഞ്ഞുതരാം, ഓരോന്നോരോന്ന് പറഞ്ഞുതരാം, ഇടയ്ക്ക് കയറരുത്. ഇ.പി. ജയരാജൻ ഇല്ല ബൈജു, ഈ ഇല്ല ബൈജു, ഇടതുപക്ഷ ജനാധിപത്യ താങ്കൾ മുന്നണി പറയുന്നത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കൺവീനർ ബൈജു കൊട്ടാരക്കര, താങ്കൾ പറയുന്നത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ നിന്നാണ് താങ്കൾ പറയുന്നത്. ചാനലിനോ എനിക്കോ ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, യാതൊരു ബാധ്യസ്ഥയുമില്ല. അങ്ങ് പറയുന്ന ആരോപണങ്ങൾ അതിഗുരുതരമാണ് ശ്രീ ബൈജു കൊട്ടാരക്കര. വേണ്ട ഹാഷ്മി, വേണ്ട. അങ്ങ് പറയുന്ന ആരോപണങ്ങൾ അതിഗുരുതരമാണ്. അതെ, യെസ്. ഈ ഇ.പി. പ്രിജി, ജയരാജൻ പ്രിജി, ആയിക്കോട്ടെ. പേര് ഇനിയും വേണോ? പ്രിജി. ഇ.പി. ജയരാജൻ എത്ര തവണ ഇതില്, ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് സമയം തരൂ കാശ്മി. ഇതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ശരത്തുമായി ആലുവ സൂര്യ ഹോട്ടലിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് തെളിവുകൾ പല കാര്യങ്ങൾ പറയുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. ബൈജു കൊട്ടാരക്കര മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. CPM-ന്റെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ച്, LDF-ന്റെ കൺവീനറെ സംബന്ധിച്ച് തലയും വാലും ഇല്ലാത്ത ആരോപണങ്ങൾ എന്ന്, എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, എന്ത്, എല്ലാം പറയൂ, കേക്കട്ടെ. തലയും വാലും ഇല്ലാത്ത ആരോപണങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്? ആര് കണ്ടെന്നാണ്? ആർക്ക് LDF-ന്റെ കൺവീനർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തെന്നാണ്? അങ്ങനെ LDF-ന്റെ കൺവീനറെ ആര് സ്വാധീനിച്ചെന്നാണ്? ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് ബൈജു, നിങ്ങൾ നിയമപരമായ നടപടികളെ നേരിടേണ്ടി വരും. കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അപമാനിക്കുന്നതിലേക്ക് ബൈജു കൊട്ടാരക്കര പോകുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ ശരി. ശ്രീ സക്കറിയ ജോർജ്, ഇപ്പോ ഈ പറയുന്ന എറണാകുളം റൂറൽ ആവട്ടെ, കോഴിക്കോടാവട്ടെ, മറ്റ് പല സ്ഥലങ്ങളിലാവട്ടെ, ദീർഘനാൾ തേക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയൊക്കെ ഇല്ലേ? അങ്ങേക്ക് കുറച്ചുകൂടി ആ വിഷയത്തിൽ കുറച്ചുകൂടി പേരുകൾ നൽകാൻ കഴിയുന്നുണ്ടാകും. അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ശ്രീജിത്തിന് എന്താണ്? അപ്പോൾ ശ്രീജിത്തിന്റെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ദീർഘനാൾ ഇരിക്കുന്ന ഈ പറയുന്ന ഒരു തരത്തിലുള്ള വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാറാത്ത ഉദ്യോഗസ്ഥർ അവിടെ ഇവിടങ്ങളിൽ ഇരുന്ന് പോകുന്നില്ലേ? അവർക്കൊന്നും ബാധകമാവാത്തൊരു മാനദണ്ഡം ശ്രീജിത്തിന് ബാധകമാവുന്നത് എങ്ങനെയാണ് ശ്രീ സക്കറിയ ജോർജ്? ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ പേരിൽ തർക്കമുണ്ടായി. അത് സുനിൽകുമാർ ആയിരിക്കില്ല, സുനിൽ തോമസ് സാർ ആയിരിക്കും. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. കാര്യം നിസ്സാര കാര്യത്തിന് വേണ്ടി പിന്നെ അത് ബൈജു കൊട്ടാരക്കര പറയുന്നത് സുനിൽ കുമാർ എന്നാണ്. എങ്ങനെ അറിയാം അത് ബൈജു കൊട്ടാരക്കര ഉദ്ദേശിച്ചത് ജസ്റ്റ് സുനിൽ തോമസിനെയാണെന്ന്? ഇത് സക്കറിയ ജോർജിന്റെ സമയമാണ്. ഇത് സക്കറിയ ജോർജിന്റെ സമയമാണ്. എന്താണ് സക്കറിയ എന്താണ് പറഞ്ഞത്? പ്രിജി ഇത് സക്കറിയ ജോർജിന്റെ സമയമാണ്. അല്ല ബൈജു കൊട്ടാരക്കര ഞാൻ നിർത്താണ്. ഇവർ രണ്ടുപേരും ഒരുമാതിരി തെരുവ് ഗുണ്ടകളെ പോലെ, വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ എന്നെ ആക്രമിക്കാൻ വരുമ്പോ അവർക്ക് മാത്രം സമയം കൊടുക്കുകയും അങ്ങേക്ക് മതിയായ സമയം പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് ശുദ്ധ വൃത്തികളാണ്. ബൈജു കൊട്ടാരക്കരായിരുന്നു ശരിയാണ്. പിന്നീട് ഞാൻ സംസാരിക്കുമ്പോ പോലെ ആ ഇരുന്ന അതിനാണ് പരിമന ഇയാള് പോയിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അത് ശരിയല്ല കാശ്മീർ. സമാധാനപ്പെടൂ ബൈജു കൊട്ടാരക്കര, അങ്ങനെ അതിഥിയല്ലേ, ഇരിക്കൂ. സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ സമയത്ത് അവർ ഇടപെട്ടാൽ ഞാൻ ഈ ചർച്ച നിർത്തി പോകും. അങ്ങിരിക്കും പ്ലീസ്. ഞാൻ സക്കറിയ ജോർജിന്റെ കുറിലേക്ക് പോകുന്നു. സക്കറിയ ജോർജ്, ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചു, അങ്ങേക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഫെലോ പാനലിസ്റ്റുകൾ സക്കറിയ ജോർജിനെ പറയാൻ അനുവദിക്കണം. അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് എടുത്തത്. സക്കറിയ ജോർജ്, ഞാൻ ചോദിച്ചത് എറണാകുളം റൂറലിലെ കാർത്തികിനോ കോഴിക്കോട്ടെ ശ്രീനിവാസനോ കെ.ബി. രവിക്കോ നാരായണനോ ഒന്നും ബാധകമല്ലാത്ത മാനദണ്ഡം ശ്രീജിത്തിന് എന്തുകൊണ്ടാണ് കർശനമായി ബാധകമാവുന്നത്? ശ്രീ സക്കറിയ ജോർജ്. ഞാൻ നേരത്തെ ട്രാൻസ്ഫർ പോസ്റ്റിങ്ങിൻ്റെ നോംസിനെ പറ്റി സംസാരിച്ചപ്പോൾ അത് പോലീസ് അക്കാഡമിയിൽ പോലീസ് മാനുവൽ കൂടുതൽ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ മാനുവലും പറയുന്നുണ്ട്, ഗവൺമെൻറ് ഓർഡറും പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധിയുമുണ്ട്. ഇതിനകത്തെല്ലാം യാഡ്സ്റ്റിക്ക് വേണം. വളരെ ഇൻറ്റേർണൽ ജസ്റ്റിസ് ഉള്ള തീരുമാനങ്ങളായിരിക്കണം സർക്കാർ എടുക്കുന്നത്. അത് പോലീസ് മാനുവലിൽ പറയുന്നത് നോട്ടിഫൈഡ് റൂളാണ്, കേരള നിയമസഭയിൽ വെച്ച റൂളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.
അപ്പം അടുത്തതായിട്ട് ട്രാൻസ്ഫർ പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് മാറ്റേണ്ടി വരുമൊക്കെ ഗവൺമെൻറ് മാറ്റുകയല്ലേ. നമുക്കറിയാം ഏറ്റവും വിവാദമായ പോട്ട കേസിനകത്ത് മുജാഹിർ എന്ന് പറഞ്ഞൊരു SP ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ പോവുമായിരുന്നു. അദ്ദേഹത്തിന് 6 മാസം കൂടെ നീട്ടിക്കൊടുത്തു. അദ്ദേഹത്തെ കൊണ്ട് പോട്ട കേസ് അന്വേഷിക്കാനുള്ള അവസരം സർക്കാർ തന്നെ കൊടുത്തു. അത് വളരെ റെയറസ്റ്റ് ഓഫ് റെയറാണ്. റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്ക് 6 മാസം കൂടെ നീട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ ബെൽറോസ് കിംസ് ആശുപത്രിയുടെ കേസ് കോട്ടയം ക്രൈംബ്രാഞ്ചിലാണ് അന്വേഷിച്ചത്. അവിടെ സോണി ഉമ്മൻ കോശി എന്ന് പറഞ്ഞ DYSP അന്വേഷിച്ചു. അദ്ദേഹം കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, ലോക്കലിലാണ് പോയത്. അങ്ങനെ ക്രൈംബ്രാഞ്ചിലെ കേസ് ലോക്കലിൽ കൊടുക്കാൻ പാടില്ലാഞ്ഞിട്ട് പോലും ആ കേസ് അദ്ദേഹത്തെ എൻട്രസ്റ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രിൻസിപ്പിൾസ് സെയിം ആയിരിക്കണം. ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് പാടില്ല. അത് വിക്ടിമിനോട് കാണിക്കുന്ന അനീതിയാണ്. കാരണം ഈ കേസുമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ താതാത്മ്യം പ്രാപിച്ചേക്കുന്നത് ഇപ്പോൾ അന്വേഷിക്കുന്ന ടീമിൻ്റെ ചീഫാണ്. അദ്ദേഹത്തെ ഒരു സ്വഭാവത്തിൽ പ്ലക്ക് ചെയ്ത് മാറ്റിയെങ്കിൽ അത് തീർത്തും അനീതിയാണ്. കാരണം ആ കേസിനെ അഡ്വൈസായിട്ട് അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും പ്രത്യേകിച്ച് ബോംബെ ലാബ് അതുപോലുള്ള ബാക്കി ഡിജിറ്റൽ തെളിവ് സംബന്ധിച്ചുള്ള അനാലിസിസ് എല്ലാം അദ്ദേഹമാണ് നടത്തിയത്. പിന്നെ ടൈം ലിമിറ്റ് ഉണ്ട് കോടതിയിൽ, ട്രയൽ കോടതിയിൽ. അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഡയറക്ഷൻ പ്രകാരമാണ്. അത് പാലിച്ചില്ല എങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ബുദ്ധിമുട്ടാകും. കേസ് എരയുടെ കേസ് ആകെ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു ഓർഡർ ഇട്ടാൽ മതിയായിരുന്നു. അത് വന്നില്ല. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന മേധാവി നേരത്തെ ക്രൈംബ്രാഞ്ചിൽ 2017-18 കാലഘട്ടത്തിൽ ഇരുന്ന് പോയതാണ്. വീണ്ടും എന്തിനു കൊണ്ടുവരുന്നു എന്നറിയില്ല. അന്ന് അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല. വലിയ പ്രധാനപ്പെട്ട കേസുകളൊന്നും അദ്ദേഹം അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇനിയും സീനിയറായിട്ടുള്ള ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് ADGP ഉണ്ട്. അദ്ദേഹം 5 വർഷത്തിൽ കൂടുതലായി. അദ്ദേഹത്തിന് PhD ഉണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് PhD എടുത്ത വ്യക്തിയാണ്. അപ്പോൾ പിന്നെ പഴയ ജമ്മു കാശ്മീർ നുഴഞ്ഞുകയറ്റ കേസിനകത്ത് കേസ് അന്വേഷിച്ച വളരെ വലിയ അനുഭവ സമ്പത്തുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരെ കൺസിഡർ ചെയ്യാമായിരുന്നു. പിന്നെ ഇപ്പോൾ ADGP ഹെഡ്ക്വാർട്ടർ ആയിരിക്കുന്ന അദ്ദേഹം 4 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ 2.5 വർഷം കഴിഞ്ഞ ആളിനെ മാറ്റുകയും 4 വർഷം ഇരിക്കുന്ന ആളെ മാറ്റാതിരിക്കുകയും 5 വർഷം ഇരിക്കുന്ന ആളിനെ മാറ്റാതിരിക്കുകയും ഇങ്ങനെ നോംസ് വരുന്നത് പോലീസ് ഫോഴ്സിനകത്ത് ഒത്തിരി ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇത് ഏതാണ്ട് രമൺ ശ്രീവാസ്തവ സാറിനെ DGP ആക്കിയത് 3 സീനിയേഴ്സിനെ തഴഞ്ഞുകൊണ്ടാണ്. 71 ബാച്ചിലെ ഉപേന്ദ്രവർമ്മ സാറിനെ തഴഞ്ഞു, MGA രാമൻ സാറിനെ തഴഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ സുകുമാരൻ നായർ സാറിനെ, അദ്ദേഹം സീനിയറാണ് ആ ബാച്ചിൽ, 73 ബാച്ച്, അദ്ദേഹത്തെ തഴഞ്ഞിട്ടാണ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ശ്രീ ലോക്നാഥ് ബെഹ്റ വന്നപ്പോൾ കണ്ടു. ഇപ്പോൾ അനിൽകാന്ത് വന്നപ്പോൾ അവിടെയും സീനിയേഴ്സിനെ തഴയുവാണ്. പോലീസിനകത്ത് സീനിയർ ഈസ് ഓൾവേസ് സീനിയർ. സീനിയറായിട്ടുള്ള ആൾക്കാണ് പിന്നെ പേ മാട്രിക്സ് ലെവൽ 17 ശമ്പളം, ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്നത് ലെവൽ 17 ആണ്. അത് ഏറ്റവും സീനിയറിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അട്ടിമറികൾ കാണിക്കുമ്പോൾ പോലീസ് ഫോഴ്സിനകത്ത് ഡിസാറ്റിസ്ഫാക്ഷനാണ്. അത് സമൂഹത്തിനെ ദോഷമായി ബാധിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ മാറ്റേണ്ടത് ഗുഡ് ഗവർണൻസിൻ്റെ ഭാഗമാണ്. ആരൊക്കെ എന്ത് ചെയ്താലും അൾട്ടിമേറ്റായിട്ട് ദുരന്തം അനുഭവിക്കുന്നത് ഇവിടുത്തെ ഇരകളും ഈ സമൂഹവുമാണ്. അതുകൊണ്ട് സർക്കാർ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കാവൂ. പേഴ്സണൽ ഡിസിഷൻസ് പാടില്ല. സ്റ്റേറ്റിൻ്റെ ബൈ ആൻഡ് ലാർജ് ഇൻട്രസ്റ്റിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതിന് അഗൻസ്റ്റായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ ബുദ്ധിയുള്ള മനുഷ്യർ, അതായത് തലച്ചോറ് ഫ്രീസറിൽ വെക്കാത്ത ആൾക്കാരെല്ലാം അതിനെതിരെ പ്രതികരിക്കും. അവരൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ബൗദ്ധികമായി ഉയർന്നിരിക്കുന്ന ഈ സംസ്ഥാനത്ത് തെറ്റുകൾ കണ്ടാൽ ചർച്ച ചെയ്യപ്പെടുന്നത് തീർത്തും ന്യായമാണ്. അതിനെ ആരും വിമർശിച്ചിട്ട് സത്യത്തിൽ കാര്യമില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെയും നീതിയുടെയും പാതയിൽ എല്ലാവരും സഞ്ചരിക്കട്ടെ, സർക്കാരും സഞ്ചരിക്കട്ടെ. ഇവിടെ ഗുഡ് ഗവർണൻസും സുപ്രീം കോടതി പറഞ്ഞ പോലെ ദ കമ്മിറ്റ്മെൻറ്റ്, ഡിവോഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പോലീസ് ഷാൽ ബി ഓൺലി ടു ദ റൂൾ ഓഫ് ലോ. അല്ലാതെ ഭരണകക്ഷിക്കോടോ ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ കൊടികളോടോ അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂറ് വരേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂറ് വരേണ്ടത് ഈ രാജ്യത്തെ ജനതയോടും ഈ പറഞ്ഞ ഏറ്റവും പ്രമാദമായ ഒരു കേസ്, അതിന്റെ ഏറ്റവും ഒടുവിലെ ക്ലൈമാക്സ്, അത് വിജയമാകട്ടെ പരാജയമാകട്ടെ, ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ശ്രീ സക്കറിയ ജോർജ് സാർ ഉപയോഗിച്ച വാക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്ലക്ക് ചെയ്ത് മാറ്റിയത് എന്തിന് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. ശ്രീ പെരുമന, ഈ സ്ഥാനമാറ്റത്തിന്റെ ആദ്യ ആശയക്കുഴപ്പത്തിന് സൂചന വരുന്നത് ആ കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയേക്കുമെന്നുള്ള ഏതാണ്ട് തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതാണ്. ശ്രീത്തിന്റെ നേതൃത്വത്തിൽ ശ്രീത്ത് മാറുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പുതിയ വരുന്ന ദർവേഷ് സാഹിബിന് അനുമതി ആവശ്യമുണ്ട്. ചോദ്യം ചെയ്യൽ നോട്ടീസ് എപ്പോൾ നൽകാൻ കഴിയും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. 2 അഭിഭാഷകരെ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ പറഞ്ഞ സായി ശങ്കർ, അയ്മാക്കടക്കം പിടിച്ചെടുക്കണം. ഒരുപാട് തെളിവുകൾ ശേഖരിക്കാനുണ്ട്.
ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അത് മൊത്തത്തെ ടോർപ്പിഡോ ചെയ്യുന്നുണ്ടോ ഈ സ്ഥാനമാറ്റം? ശ്രീ ശ്രീജിത്ത് പെരുമന, ചുരുങ്ങിയ വാക്കുകളിൽ. ഭയങ്കര പേടിയുണ്ടല്ലേ ആഷ്മിക്ക്? പേടിയുണ്ട്. ടോർപ്പിഡോ ചെയ്യപ്പെടുമ്പോൾ പേടിയുണ്ട്. പേടിയുണ്ടാവും, എനിക്കറിയാം. ടോർപ്പിഡോ ചെയ്യപ്പെടുമ്പോൾ പേടിയുണ്ടെന്നേ. ടോർപ്പിഡോ ചെയ്ത ചരിത്രം നേരത്തെ ഉണ്ട്, അതുകൊണ്ടാണ് ആ പേടി. നീതിക്ക് വേണ്ടിയാണ് ആ പേടി. നീതിക്ക് വേണ്ടിയാണ് ആ സാർ ആ പേടി. പേടിയുണ്ട്, നീതിക്ക് വേണ്ടിയുള്ള പേടി. അങ്ങ് പറയൂ. കാര്യം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അല്ല പറയട്ടെ, പരിഹാസം നിർത്തി കാര്യത്തിലേക്ക് വരൂ സാർ. അങ്ങൾക്ക് പേടിയുണ്ടാകും. അതാണെന്ന് പറയുന്നത്. നീതിക്ക് വേണ്ടി പേടി എനിക്കുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പേടി ഉണ്ട് സാർ. അത് പറയാൻ മറച്ചു വെക്കുന്നില്ലല്ലോ. അല്ല ശ്രീത്ത് മാത്രമേ ഇവിടെ നീതിക്ക് വേണ്ടി നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ദർവേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നീതിക്കില്ലാതെ ദിലീപ് പൈസ കൊടുത്തിട്ട് ഇറക്കിയിട്ടുള്ള ആളുകളാണ്, അല്ലേ? ആണോ? പരിഹാസം തന്നെയാണ് ആഷ്മി. പരിഹസിച്ചിരിക്കുക ആഷ്മിനെ. കാരണം എന്താ അറിയോ? എന്താ ആഷ്മി പറഞ്ഞു വെക്കുന്നത്? കോടതി പഠിച്ചതല്ലേ പാട് പരിഹസിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞെന്താ? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞെന്താ? വായിച്ചു നോക്കൂ ആഷ്മി, വായിച്ചു നോക്കൂ. ഞാൻ പറയട്ടെ, വായിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞെന്താ? ഇദ്ദേഹത്തെ കുറിച്ച് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിഫൻസ് ലാൻഡ് സീനിയർ ലോയർ ഉന്നയിച്ചിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡ് വളരെ മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസത്തെ വിധിയുള്ളത്. ആഷ്മി വായിച്ചോ? 83 പേജുള്ള വിധി നിങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചല്ലോ. വായിച്ചോ ആഷ്മി? എടുത്തു പറ. ഞാൻ വായിച്ചില്ല. വായിച്ചില്ലെങ്കിൽ വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്നത് ആഷ്മി കേൾക്കൂ. മോശമാണ്. അല്ല ആഷ്മി പോയിക്കോളൂ. അങ്ങനെ പോകും. എന്തിന് എന്നെ അദ്ദേഹം നേരത്തെ ബൈജു കൊട്ടര അങ്ങനെ പറയാനുള്ള സമയം മതിയായ സമയം തന്നു സാർ. ഞാൻ ബൈജു കൊട്ടരെ പറഞ്ഞു പൂർത്തിയാക്കും. നേരത്തെ പ്രജി പറഞ്ഞതുപോലെ എന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല, എന്റെ അന്തസ്സായിട്ട് നട്ടലും ചങ്കൂറ്റവും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ ഒന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പെൺകുട്ടികൾ ചർച്ചയുടെ രീതി ഒന്നും അല്ലാതെ. ശരി, ചർച്ചയുടെ രീതി ഇതല്ല. ബൈജു കൊട്ടരക്കര, ശ്രീ പെരുമന, ശ്രീ PA പ്രജി, ചർച്ചയുടെ രീതി ഇതേ അല്ല. എന്തായാലും എന്റെ എൻകൗണ്ടർ, ഈ ആദ്യ ദിവസത്തെ എൻകൗണ്ടർ ഇങ്ങനെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.